ഒരിക്കലും അച്ചു സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ആരും. ഒരിക്കലും വാലന്റൈൻസ് ഡേക്ക് ആർക്കാണ് ആദ്യമായിട്ട് പൂ എന്തെങ്കിലും കൊടുത്തത്? ടീച്ചേഴ്സ് ഡേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടീച്ചർമാർ. സംഗീതനോട് എനിക്ക് പ്രണയമുണ്ട്. എഡിജയുടെ അടുത്താണെങ്കിൽ പോലും നേരെ പോയി ചോദിക്കാം, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ എഡിജ. എഡിജ പറയും വേണ്ട, എന്നാ വേണ്ട എന്ന് പറയും. അപ്പൊ അത് അങ്ങനത്തെ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. കൃത്യമായ ചോദ്യം ചോദിച്ചാൽ മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരം പറയും. ആരാണ് ആദ്യം പൂ തന്ന് പ്രണയിച്ചത്? പ്രണയം പറഞ്ഞത്? സൗണ്ട് ഒക്കെ മതി. It's me, Sanju. അഭിനയമാണോ സുഖം? അല്ലല്ല, രണ്ടും പാടാണ് അഭിനയം. എന്നെ സംബന്ധിച്ച് എനിക്ക് എഡിറ്റിംഗ് ആണ് സുഖം. എനിക്കിത് കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസാ. അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ശങ്കർ രാമകൃഷ്ണൻ സാറൊക്കെ വിളിച്ചിട്ട് അതെങ്ങനെയാണ് നീ ചെയ്തതെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചു. നമ്മളൊക്കെ പുള്ളിയെ കാണുന്ന ഭയങ്കര ഉണ്ണികളി ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ വന്നു പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 അതിഥികൾ, 5 പേർക്ക് സ്വാഗതം. ഓ, നല്ല ഒരു മീറ്റർ പിടിച്ച എല്ലാരും പറഞ്ഞു. കറക്റ്റ് മീറ്ററിലാവേ. ഡ്രസ്സിങ്ങിന്റെ ആണോ? ഇവിടെ മൊത്തം വൈകിയ. അച്ഛാ, എല്ലാരും നല്ല ഓട്ടത്തിലാണ്. സോഷ്യൽ മീഡിയ തുടങ്ങിയാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. തുറന്നു നോക്കിയാൽ ഈ സിനിമയും നിങ്ങളും. അപ്പൊ ഈ സിനിമയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നു. ആ സിനിമയോടുള്ള നിങ്ങളുടെ ഇഷ്ടവും മനസ്സിലാക്കുന്നു. 2-3 ദിവസമായിട്ട് നിങ്ങൾ കൊച്ചിയിൽ മൊത്തം ഉണ്ട്. ഇന്നലെ ഇന്റർവ്യൂസ്, ഇന്ന് ഇന്റർവ്യൂസ്, മാളില് ലോഞ്ച് അല്ലെ. എല്ലാവരും ഹാപ്പിയാന്ന് തോന്നുന്നു. സിനിമയുടെ ഇഷ്ടം മാത്രമല്ല കേട്ടോ, സിനിമ ഇവർ പ്രോപ്പർ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടി ടൈം എടുത്ത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊമോഷൻ ഡേറ്റ്സ് നമുക്ക് എല്ലാം തരുന്നു. നമുക്ക് അതനുസരിച്ച് എല്ലാം നീക്കി വെക്കാൻ പറ്റും. ബാക്കിയെല്ലാം ആ പറഞ്ഞ ഡേറ്റിൽ നടക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും എത്താനും പറ്റി. അല്ലെങ്കിൽ ചിലപ്പോൾ ഡേറ്റ് മാറുമ്പോൾ നമ്മൾ വേറെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഓട്ടം എത്തിപ്പെടാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. കറക്റ്റ് ആണ്. ഡയറക്റ്റ് പ്രൊഡ്യൂസറാണ് വിളിക്കുക. എന്നെ രാവിലെ തൊട്ട് വിളിക്കുന്ന എപ്പോഴാ നമ്മുടെ ഇന്റർവ്യൂ വെച്ച് എന്നെ വിളിച്ചാ കോഴിക്കോട് നിന്ന് എടുത്തോ. മെസ്സേജ് അയക്കാണോ? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും അല്ലേ? പ്രൊഡ്യൂസറാണോ? പിന്നെ നമ്മുടെ മുത്താ പ്രൊഡ്യൂസർ, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയാട്ടോ. ആക്ച്വലി നല്ല പ്രോപ്പറാണ്. എല്ലാം പക്കയാണ്. നമുക്ക് ടെൻഷനില്ല. അതെ അതെ അതെ, പ്രൊഫഷണൽ, ഭയങ്കര പ്രൊഫഷണലാണ്. നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പുള്ളിയും അതിനകത്ത് ഞങ്ങളുടെ ഡേറ്റ്സും ഈവൻ ഷൂട്ടിന്റെ സമയത്തും എല്ലാം കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രൊഫഷണലാണ് പുള്ളി എല്ലാം ഡീൽ ചെയ്യുന്നത്. പിന്നെ ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ്. ഒരു സിനിമയ്ക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എത്ര നല്ല സിനിമ എടുത്തു വെച്ചിട്ടും കുറെ സിനിമകൾ പറയാറുള്ളതാണ് എങ്ങും എത്തിയില്ല, നമ്മൾ അറിഞ്ഞില്ല. ഒരു മോശം പോസ്റ്റർ വന്നാൽ പോലും ആൾക്കാർ ഡൈവേർട്ട് ആയി പോകും. അപ്പൊ ഇവര് കറക്റ്റ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളും ആ കോൺഫിഡൻസിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇവരിങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് കൂടെ നിൽക്കാനുള്ള ഒരു അതാണ്. നല്ല ടീമാണ് ഇവർക്ക് ചുറ്റുമുള്ളത്. അവരെല്ലാ ടീമുകളും അങ്ങനെയുള്ള. അതുകൊണ്ട് തന്നെ ഇപ്പൊ അച്ചു പറഞ്ഞ പോലെ കൂടെ നിൽക്കാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആവുകയാണ്. എല്ലാ കാര്യത്തിലും ഒരു കൂടെ നിൽക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു സിനിമ അല്ലേ? നമ്മൾ വാലന്റൈൻസ് ഡേക്ക് ഒരു വലിയ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോവാണ്. പ്രേക്ഷകരാണ് തീരുമാനം. നമ്മളൊരു വലിയ ഗിഫ്റ്റായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. എന്താണ് മാത്യു പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. കാരണം ഇതിന്റെ ഡയറക്ടർ ADJ അരുൺ ഡി ജോസ് ആയിട്ടുള്ള 3ാമത്തെ സിനിമയാണ്. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പൊ 3ാമത്തെ സിനിമയിൽ ആകാൻ പറ്റിയത് ഭയങ്കര അധികം സന്തോഷം. ഇവരൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റി. സംഗീതേട്ടൻ്റെ കൂടെ, അച്ചേട്ടൻ്റെ കൂടെ, മൈമച്ചിയിലും, ശ്യാമിന്റെ, അംബരീഷ്, ഷാജൻ ചേട്ടൻ, മിഥുൻ, ഭാരത് ബോസ്, കുറെ പേരുണ്ട്. അപ്പൊ നല്ലൊരു ടീമായിരുന്നു. ആക്ച്വലി ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ബ്രോമാൻസ്. അത് ആ സ്പെഷ്യൽ, ഏറ്റവും സ്പെഷ്യൽ എന്തായിട്ടാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ആ സിനിമയിൽ
ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഇതിൽ കൂടെ ആദ്യമായിട്ടൊരു റൈറ്റർ ആവുന്നുണ്ട്, തോമസ് പി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ സംഗീതത്തിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ ക്രൂ ടെക്നിക്കലി സൈഡിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാം വളരെ അടുത്ത ആൾക്കാരാണ്. ഇപ്പോൾ ADJ ആയാലും റൈറ്റേഴ്സ് രവീഷ് ഏട്ടൻ ഉണ്ട്, തോമസ് ഏട്ടൻ ADJ ഉണ്ട്, ചമനാണ് എഡിറ്റ്, ചമൻ വളരെ അടുത്ത സുഹൃത്ത്, അഖിലേട്ടൻ DOP, റോണക് ചേട്ടൻ, മഷർക്ക. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യൽ ആക്ഷൻ. എല്ലാവരും വലിയ അടുപ്പമുള്ളവർ തന്നെ. അതെ അതെ. അതിപ്പോ അത് ഓൺ സ്ക്രീൻ അഭിനയിക്കുന്നവരും അടുപ്പമുള്ളവർ. അപ്പൊ എനിക്ക് അത് ഭയങ്കര സ്പെഷ്യൽ ആകുന്നുണ്ട്. അച്ചു ഇവരുടെ ഒരു ഗ്യാങ്, ഇവർക്ക് മുമ്പ് അയക്കാലും അച്ചു വന്നിട്ടുണ്ട് സിനിമയിൽ. അല്ല അർജുൻ എന്ന് പറയുന്നത് ഇവർക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അല്ല അല്ല ഷാമിനൊന്നും മാറ്റിയിട്ടില്ല. വന്നിട്ടുണ്ടല്ലേ? അപ്പൊ അങ്ങനെ മലയാളത്തിൽ ഞാൻ ശരി എന്നാ പിന്നെ ഞാനായിരിക്കും സീനിയർ കാര്യസ്ഥനില് ഞാൻ സെക്കൻഡ് സീനിയർ. അതിനുശേഷമാണോ അർജുൻ? അല്ല സംഗീതം ചെറിയ പിന്നല്ലേ ഞാൻ ചെയ്തിട്ടില്ലേ? എന്തോ ചെറുതായിട്ട് ഉറക്കപ്പിച്ച് പറയണ. അല്ല ഈ പറഞ്ഞപോലെ ഇവര് ഈ കഴിഞ്ഞ ഹിറ്റ് നൽകിയവരായിരിക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഹിറ്റ് നൽകിയ ആളാണ് നിങ്ങൾ. ഇങ്ങനെ കുറെ പേര് ഹിറ്റുകൾ മാത്രം നമ്മുടെ മലയാള സിനിമയിൽ തരുന്നത്. അത് നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല, പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. ഹിറ്റ് മാത്രല്ല അല്ല അത് അല്ല ഞാൻ പറഞ്ഞ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും നല്ല ഡയറക്ടർമാരും ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഹിറ്റുകൾ വരും. ടീം അടിപൊളിയും പിന്നെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയവും മൊത്തം പരിപാടി ഒത്തു വന്നുകൊണ്ടാണ് അത് പടങ്ങളൊക്കെ ഹിറ്റ് ആവുന്നത്. ഇപ്പൊ ഈ 2025 എടുക്കുമ്പോൾ തുടക്കം മുതൽ ഹിറ്റ് സിനിമകളിലേക്ക് വന്നു. ആളുകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമയിലേക്ക് വരുന്നു. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, പിന്നീടൊന്ന് ഇരുന്ന് പോയി, വീണ്ടും അത് തിരിച്ച് 2025 ഇറങ്ങുമ്പോൾ തന്നെ ഹിറ്റ് പടത്തോടുകൂടി മുക്കാപ്പടം ഉൾപ്പെടെ അങ്ങ് വന്നോടെ രേഖാചിത്രം ഉൾപ്പെടെ ആസിഫിന്റെ പടം, അങ്ങനെ ഒരേ നിർത്തുമെങ്കിലും ഇപ്പൊ ഇറങ്ങിയ ഒരു ജാതി ജാതകമാണെങ്കിലും പൊന്മാനാണെങ്കിലും എല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥകളായി മാറി, സിനിമകളായി. അതാണ് ഒരു സിനിമയുടെ ഒരു വിജയമാണ്. ഈ സിനിമ സബ്ജക്ട് കേട്ട് ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിൽ സബ്ജക്ട് കേട്ടുമ്പോൾ അർജുൻ അശോകൻ എന്നൊരു വ്യക്തിക്ക് ഈ സിനിമ ഞാൻ ചെയ്തേക്കാം എന്ന് തോന്നാനുള്ള ഒരു എന്തായിരിക്കും? ഞാൻ ചെയ്യാം ഈ സിനിമ. ഫസ്റ്റ് ADJ വിളിച്ചത്, പിന്നെ ഫസ്റ്റ് കാരണം ADJ തന്നെയാണ്. കാരണം ജോ കണ്ടതിന് ശേഷം എനിക്കിഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് പടങ്ങൾ സൂപ്പർ ശരണ്യ, കുറച്ചും കൂടി സാധാരണക്കാർക്ക് കണക്ട് ചെയ്യുന്ന പടവും, പിന്നെ അതിൽ ഭയങ്കര രസമായിട്ട് നമുക്ക് അഭിനയിച്ചാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ടാവും. അപ്പം അതെനിക്ക് കഥ കേട്ടപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഈ സ്റ്റോറി സിനിമയായിട്ട് തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ തിയേറ്ററിൽ പോയി കാണാമെന്നുള്ളൊരു ആകാംക്ഷ എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരക്ടർ വൈസിൽ ഒരു പീക്കിൽ നിന്ന് അപ്പുറത്തെ പീക്കിലേക്ക് എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പം അതൊക്കെ മൊത്തം നോക്കുമ്പോൾ വലിയ കോട്ടൊക്കെ ഇട്ട ഡാൻസ്, ആദ്യം സൂട്ടും കോട്ടിട്ടൊരു പടം, ഫൈറ്റ് ഡാൻസിലൊക്കെ സൂട്ടും കൂട്ടാണ്, മിക്ക സൂട്ടും കൂട്ടാണ്. അത് ഇതിന്റെ ഒരു കളർ മാറ്റം പിടിച്ചേക്കണമല്ലോ എല്ലാവർക്കും. അതിൽ കാരണമുണ്ട് പടത്തിൽ, അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയേ വേണ്ട, പറയുന്നില്ല. 14 ഞാൻ സിനിമ കണ്ടിട്ട് പറഞ്ഞു അതിന്റെ കാരണം ഞാൻ അന്ന് പറയും. മതി. ഇല്ലല്ല, ഓരോരുത്തർക്കും ഓരോ ഒരു കളറും അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ആക്ച്വലി പിടിച്ചിട്ടുണ്ട്. കാണാതെ പോയിട്ട് ഇന്നാണ് കിട്ടിയത്. ഇല്ല, 2 ദിവസം പ്രൊമോഷനുമായിട്ട് കിട്ടിയല്ലേ? കാണാതെ പോയാൽ മതി എന്നാലോചിക്കുന്നുണ്ടാവും. ഇങ്ങനെ മാറിയിരിക്കായിരുന്നു അല്ലേ? ഇല്ല ചേട്ടാ, അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗമാണ്. ഈ പറഞ്ഞ ഭയങ്കര ടയറിംഗ് ആണ് ചില സമയത്ത്. പക്ഷെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ ഇതിലോട്ട് വന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറഞ്ഞാൽ ലുലുവില് നമ്മൾ മെനങ്ങാന്ന് ലോഞ്ചിന് നമ്മൾ ആ സ്റ്റേജിൽ നിന്നു. ഞാൻ ഒരുപാട് തവണ ഇതുപോലത്തെ ലോഞ്ചിൽ കാണാൻ വേണ്ടി പോയി ഫ്രണ്ട്സുമായിട്ട് പോയി നിന്നിട്ടുണ്ട്. പിന്നെ പ്രൊമോഷന് പോയ സമയത്ത് ഇതുപോലെ ആർട്ടിസ്റ്റുകളെ കയറ്റി വിട്ടിട്ട് താഴെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ആർട്ടിസ്റ്റായിട്ട് കയറി അതേ സ്റ്റേജിൽ നിന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ്, ഭയങ്കര ഡിഫറെന്റ് ആണ് സന്തോഷം. തീർച്ചയായിട്ടും അതെ, അതൊരു മനസ്സിൽ നിന്ന് തന്നെ പറഞ്ഞാണ്. അത് ആ ഒരു മൂവ്മെന്റ് എല്ലാവർക്കും അതെ. ഇപ്പം അർജുനാണെങ്കിലും അച്ഛൻ്റെ കൂടെയെങ്കിലും പോയി സ്റ്റേജിന്റെ താഴെ നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായ വ്യക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബൗൺസേഴ്സിന്റെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ടല്ലേ. കൽക്കിയുടെ ഒക്കെ സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് MOT-ലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അന്ന് ടോയിനോ ഒക്കെ വന്ന സമയത്ത് ആൾക്കാർ തള്ളിയിട്ട് അവിടുത്തെ ഗ്ലാസ് ഡോർ ഉടഞ്ഞുപോയി. ഫ്രണ്ടിൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ ഞെരുങ്ങി എന്നുവെച്ചാൽ ടോയിനോ പോകുന്നുണ്ട്, സമീക്കം പോകുന്നുണ്ട്. ആൾക്കാർ അത്ര പ്രശ്നം ഇത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ ആൾക്കൂട്ടത്തിന് ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊരു സൈഡിലൊക്കെ നിന്നു. പിന്നെ പതുക്കെ എങ്ങനെയൊക്കെയോ സ്റ്റേജിലൊക്കെ ഒരു പുറകിലൊക്കെ നിന്നു. അപ്പൊ അതൊക്കെ ഓർമ്മ വന്നു എനിക്ക്, നമ്മളിപ്പോ അങ്ങനെ കയറി നിൽക്കുമ്പോ. അല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ തള്ളിൽ നമ്മൾ സ്റ്റേജിലേക്ക് എത്തും. ആ ഒരു ഭാഗ്യം അല്ലെ, അതാണ് പ്രേക്ഷകർ. ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. പ്രേക്ഷകൻ ഇഷ്ടപ്പെടുമ്പോഴാണ് ആൾക്കൂട്ടത്തിന്റെ തള്ളുണ്ടാവുക. അവിടെ നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റേജിലെത്തും. ഒരു ഭാഗ്യം തന്നെയാണ്. മഹിമ എങ്ങനെയുണ്ട്?
ഇപ്പൊ മലയാള സിനിമ നമ്മൾ തകർത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാനത് പോണു അങ്ങനെ ഒരു വഴിക്കൂടെ സൈഡിലൂടെ പോണു. സൈഡിലൂടെ ഒന്നുമല്ല, ഫ്രണ്ടിലൂടെ തന്നെ പോണം. ഈശ്വരാധീനം കൊണ്ട് വലിയ പ്രശ്നമില്ല, നന്നായിട്ട് പോകുന്നു അല്ലേ? ഇതിലെന്താണ് ക്യാരക്ടർ? ഇതിലെന്റെ ക്യാരക്ടറിന്റെ പേര് ഐശ്വര്യ എന്നാണ്. ഇപ്പം ട്രെയിലറിൽ കാണിച്ച പോലെ എക്സ് ഗേൾ ഫ്രണ്ട്, ശ്യാമിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡെന്റിസ്റ്റ് ആണ്. ഞാനും ഇവരുടെ ഗ്യാങ്ങിൽ ഒരാൾ തന്നെയാണ്. അപ്പം ചില സാഹചര്യങ്ങൾ കാരണം ഇവരുടെ കൂട്ടത്തിൽ പെടുകയും പിന്നെ ആ ജേണിയിൽ ഞാനും ട്രാവൽ ആവുകയാണ്. എനിക്കും നേരത്തെ ഇപ്പം അർജുൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ADJ ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം പുള്ളിക്കാരൻ്റെ മുമ്പുള്ള പ്രീവിയസ് മൂവീസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ഇതുപോലെ ഫണ്ണായ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ളൊരു സിനിമയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്കും ഇഷ്ടമുള്ള കൈൻഡ് ഓഫ് സിനിമയാണത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഞാനിതിൻ്റെ ഭാഗമാവുന്നത്. ഈ സിനിമകളിൽ നിന്നും ഓരോ സിനിമയിലേക്ക് മാറുമ്പോൾ കുറെ നമ്മുടെ ചേഞ്ചുകൾ ഉണ്ടാവും അല്ലേ? നമ്മൾ ഏത് ക്യാരക്ടറാണ് അതിൻ്റെ ചേഞ്ചുകൾ ഉണ്ടാവും. ഇതിലേക്കും എന്താ ഡോക്ടർ ആവുന്നു, അങ്ങനെ ഒരു ചേഞ്ചുകൾ. ആ ചേഞ്ചുകൾ എങ്ങനെയാണ് നമ്മൾ ലീഡ് പിടിച്ചു പോകുന്നത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമ ഇത് പുതിയതാ. ഞാൻ ഇങ്ങനെ ഇപ്പൊ ഈവൻ തമിഴിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും യങ് ആയ ഒരു ടീമും ആർട്ടിസ്റ്റ് എല്ലാവരും ഇത്രയും യങ് ആയി നിൽക്കുന്ന ഒരു ടീമിന്റെ കൂടെ ഞാൻ ചെയ്തിട്ടില്ല. ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടർ. ചിലപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഒരാൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ക്യാരക്ടർ അങ്ങനെ അല്ല. ഇത് ഭയങ്കര ലൗഡാണ്, ഭയങ്കര ഓവർ ദ ടോപ്പ്, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. അപ്പം റെഫറൻസ് എന്ന് പറയുന്നത് ആകപ്പാട് ADJ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് കുറച്ചെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അതാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതറിയില്ല, കുറച്ചെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ടാണ് ടാക്ടിക്കലായിട്ട് പിടിച്ചേക്കാണ് അല്ലേ? അല്ല, അത് നമുക്ക് ചിലപ്പോ തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് ചെയ്തു, കാണുന്ന ഓഡിയൻസ് അല്ലേ ജഡ്ജ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവര് കണ്ടു പറയട്ടെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. 14-ാം തീയതി വളരെ ദിവസമല്ലോ അല്ലേ? പേര് ഇതുവരെ മാറിയില്ല അല്ലേ? ഒന്നും പേര് ഇതുവരെ മാറാൻ പറ്റിയിട്ടില്ല. ഇതിൽ പേര് ഗസറ്റിൽ മാറ്റണ്ട. പേരിപ്പോഴും എല്ലാരും കൂടുതലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ പോലും ഒരു പകുതിയിൽ കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞ് എന്നെ വിളിച്ചിരുന്ന പോലും ഇതിലെ ക്യാരക്ടറുടെ പേരിലല്ല, അറിയാണ്ടൊക്കെ അഖിലേട്ടനൊക്കെ ഇതിന്റെ DOP ഒക്കെ ഉണ്ട്, നമ്മളുടെ അങ്ങനെ വിളിച്ചു പോയിരുന്നു. അപ്പൊ വിളി ഇപ്പോ ശീലമായി. പക്ഷെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ആ വിളി കേൾക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എക്സ്ക്യൂസ് ചോദിക്കും, സോറി കേട്ടോ ഞങ്ങൾ അങ്ങനെ അറിയാതെ ആ പേരെ മനസ്സിൽ വരുള്ളൂ, അത് വന്നാ മതി എന്ന് സന്തോഷത്തോടെ പറയും. ഇതില് ഇനിയിപ്പം ഈ പേരിൽ അറിയപ്പെടണം. ഈ പേരും എന്നെ കഥ കേട്ടപ്പോ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു കാര്യമായിരുന്നു. ഈ സിനിമയിലും പേര് ഹരിഹരസുധൻ എന്നാണ് പേര്. അപ്പൊ പ്രാർത്ഥന പോലെ പറയണ പോലെ അപ്പൊ ഓരോരുത്തരും ഹരിഹരസുധനെ വിളിക്കുന്നത് ഓരോ രീതിയിലാണ് ഈ പടത്തില്. അപ്പൊ അതൊക്കെ തിയേറ്ററിൽ എത്തുമ്പോ രസമായിട്ട് വരുമെന്നും ഈ പേരും വിളിപ്പേരായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കും ആൾക്കാർ. അല്ല, ഈ പേര് എല്ലാരും വിളിച്ചോണ്ടിരിക്കണം എല്ലാ വീട്ടിലും. അല്ല, എന്നെ കാണുമ്പോൾ വീട്ടിലും വിളിക്കുന്നുണ്ട്. സീസൺ ആകുമ്പോ ഓക്കെയാണ്. അപ്പൊ ഈ പേര് വേറെ ഹൈപ്പിലേക്ക് എത്തും കേട്ടോ. അങ്ങനെയാണ് ഇവരെല്ലാം വിളിക്കുന്നത്, വേറെ രീതിക്കാണല്ലോ വിളിക്കുന്നത്. സീസൺ ആകുമ്പോൾ കിടക്കപ്പുറത്ത് ഉണ്ടാവും. വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ശരണം വിളിച്ചു പോകുമ്പോൾ എഴുന്നേറ്റ് നോക്കിണ്ട് നമ്മള് വിളിച്ചിട്ടുണ്ടോ ഒന്ന് അല്ലേ? നല്ലൊരു ക്യാരക്ടർ ആണല്ലോ ഇതിനകത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സാധാരണ സിനിമകളിൽ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ക്യാരക്ടർ, സിനിമയിൽ അധികം കാണാൻ ഇഷ്ടമുള്ള ക്യാരക്ടർ ഈ ഹാക്കേഴ്സിന്റെ. ചില പെക്യുലർ ആയിട്ടുള്ള ബെസ്റ്റ് പെർഫോമൻസസ് ഉണ്ടെങ്കിലും പൊതുവെ ഹാക്കർ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സിനിമയിൽ ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ്. പക്ഷെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അതായത് ഒട്ടും ആ ക്യാരക്ടറിസ്റ്റിക്സ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അത്തരം മേഖല ഇഷ്ടമല്ലാത്ത എനിക്ക് ഈ ക്യാരക്ടർ വായിച്ചപ്പോൾ വേറൊരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു ഹാക്കറാണ്. അപ്പോൾ ആ കോൺട്രാസ്റ്റ് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. പിന്നെ ഈ ഹാക്കിങ് പല സിനിമകളിലും നമ്മൾ കാണാറുണ്ട്. ഹാക്കർ ആണെങ്കിൽ കുറച്ച് മണ്ടനായിരിക്കും, അബദ്ധങ്ങൾ പരിപാടികളൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് ഹാക്കിങ് വളരെ ജെന്യൂൻ ആയിട്ടാണ് ആൾ ചെയ്യുന്നത്. അല്ലാതെ സംഭവിക്കുന്ന അബദ്ധങ്ങളേ ഉള്ളൂ. അല്ലാതെ സമയത്ത് മൊത്തം മണ്ടനാണ്. അല്ല, കുറച്ച് കൂടുതൽ ബുദ്ധിമാനാണെങ്കിലേ ഉള്ളൂ. അപ്പൊ അല്ല, ഈ അല്ലാത്ത സമയങ്ങളില് കോമിക്കലി നമ്മള് പല പരിപാടികൾ കൊണ്ടുപോകേണ്ടതുണ്ട്. കുറെ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് സിനിമയില്.
അതിബുദ്ധി കൊണ്ടായിരിക്കാം ചിലപ്പോ എന്നുള്ളതേ ഉള്ളൂ. അത് സിനിമകളുടെ നമ്മൾ പറയാം. അതെ. ഈ ഇത്തരം സിനിമകൾ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരേ വൈബിലാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. ഇതിൽ ആരാണ് നായകൻ ആരാണ് നായിക എന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. ഒരേപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് പോയിരിക്കുന്ന ഒരു സിനിമ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ്? ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കാത്ത പോലെ അല്ല, അങ്ങനെയാണ് അല്ല, ഞാൻ എന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. എന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇല്ല, അത് അല്ല, അങ്ങനെ ചോദിച്ചെന്നാ ചോദിച്ചേ. ഞങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ? ഞാനും വിശ്വസിക്കുന്നു. ഞങ്ങളും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കേട്ടോ. കാരണം വെച്ചാല് ട്രെയിലറിൽ കണ്ട പോലെ എല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ട് ഈ പടത്തിൽ ചെയ്യാനായിട്ട്. ചില പോയിന്റിൽ ഒരാൾ ലീഡ് ചെയ്യും, മറ്റേ പോയിന്റിൽ മറ്റൊരാൾ ലീഡ് ചെയ്യും. കാരണം ലീഡ് ചെയ്യുന്ന വെച്ചാൽ ആക്ടിങ് വൈസ് അല്ല, കഥ കൊണ്ടുപോകുന്ന രീതിയിൽ അവർക്ക് ഓരോരോ പാർട്ട് ഈക്വലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ അത് ആ രീതിക്ക് തന്നെ അനുയോജ്യമായിട്ടുള്ള രീതി, അല്ലാതെ കുത്തിക്കയറ്റി വെച്ച പോലെ ഒന്നും ഒരിക്കലും പോയിട്ടില്ല. കഥാപരമായിട്ട് കഥാപാത്രങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ റൊമാൻസിന്റെ പേരിലുള്ള പോലെ തന്നെ എല്ലാവരും ബോണ്ടായി വരുന്നതാണ്. ഒരു പോയിന്റിൽ ഫുൾ സെപ്പറേറ്റഡ് ആയിരിക്കും, ഒരു എനിമീസ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ചെറിയ ഈഗോ അല്ലെങ്കിൽ ക്ലാഷസ് ഉള്ള ആൾക്കാരായിരിക്കും. പോകെ എല്ലാവരും ഒരു ഫ്രണ്ടിന് വേണ്ടി ഏത് എക്സ്റ്റെൻറ്റ് വരെയും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് ഒരു പുലി വന്നാൽ പോലും നോക്കാടാന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ വരെ എത്തുന്ന ഒരു പോയിന്റ് എത്തുന്നതാണ് പടത്തിലെ മേജർ പരിപാടി. അപ്പൊ അതിൽ ഈക്വലായിട്ട് നിന്നാൽ മാത്രമേ പടത്തിന് കാണുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുള്ളൂ. മനസ്സിലായി. ഈ സിനിമയിലെ ലൊക്കേഷനിലുണ്ടായ നിങ്ങൾ 5 പേർക്കിടയിലുണ്ടായ അനുഭവങ്ങൾ, ലൊക്കേഷനിലുണ്ടായ അനുഭവങ്ങൾ, ഒരാളുടെ ഓരോ അനുഭവം സ്ഥിരം മറ്റേ ഇതായി കോമൺ ആയിട്ട് അനുഭവം അവിടെ വെച്ചുണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞാൽ പ്രശ്നവും പറഞ്ഞു. ആക്സിഡന്റ് ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അത് പിന്നെ നമ്മൾ ചോദിക്കേണ്ട അത് കോമൺ ആയിട്ട് നടന്ന അതാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഏറ്റവും സത്യം എന്ന് വെച്ചാൽ ഈ മേജർലി ഈ പടത്തിലെ എല്ലാ ക്രൂവിലെ എല്ലാവർക്കും ഡീറ്റെയിൽഡ് കാര്യം എന്താ നടക്കണെന്നുള്ള പ്രോപ്പർ അറിവുണ്ട്. അല്ലാണ്ട് മറ്റേ നമ്മള് ചില സ്ഥലത്ത് പോയി കഴിയുമ്പോൾ എന്താ എടുക്കണം അത് അറിയില്ല, ചോദിക്കണം ഇങ്ങനെ ചോദിക്കണം, ആ സാധനമൊന്നും ഇല്ല. എല്ലാവർക്കും എല്ലാം അപ്ഡേറ്റഡ് ആണ്. എന്താണെന്നുള്ള ക്ലിയർ പിക്ചർ ഡയറക്ടറിനെ പോലെ തന്നെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പൊ അഖിലേട്ടൻ DOP ആണെങ്കിലും ഇന്നലെ പറഞ്ഞപ്പോഴേ അത് പ്രോപ്പറായിട്ട് അത് ജഡ്ജ് ചെയ്തു വെച്ചാൽ അവർ ഷോർട്ട് ഡിവൈഡ് ചെയ്ത് നമ്മളെ കൊണ്ട് റിഹേഴ്സൽ ചെയ്തിട്ടൊക്കെയാണ് ലൈറ്റപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയൊന്നുമല്ല. അപ്പൊ അവർക്ക് ഈ പടം മാക്സിമം നല്ല രീതിക്ക് ആൾക്കാരെ എടുത്ത് പിക്ചറൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതിനുള്ള മാക്സിമം എഫേർട്ട് എല്ലാവരും എല്ലാ സൈഡിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ടീമിൽ നല്ല ടീം, അവർ നല്ല അപ്ഡേറ്റഡ് നല്ല പ്രോപ്പർ ടൈമിൽ ചാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൂടെ നിൽക്കാനും വർക്ക് ചെയ്യാനും ഭയങ്കര ഈസി ആയിരുന്നു. അതേപോലത്തെ ഷൂട്ട് ടൈമിലും എല്ലാം പ്രോപ്പറായിട്ട് പോയി നമുക്ക് വലിയ റഷായിട്ടോ അല്ലെങ്കിൽ വലിയ ടയർഡിങ് ആയിട്ട് ഒരു പരിപാടി ഫീൽ ചെയ്യും. ഫൈറ്റ് സീൻ ഉണ്ടെങ്കിൽ 8 ദിവസത്തേക്ക് അത്ര നീട്ടി വെച്ച് പ്രോപ്പറായിട്ട് അതിന് ടൈം എടുത്ത് നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്യാനുള്ള സമയവും തന്നിട്ടുണ്ട്. ഇവരുടെ പ്രോപ്പർ പ്ലാനിങ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കട്ടക്ക് നിൽക്കുന്നതുകൊണ്ട് നമുക്കും കട്ടക്ക് നിന്ന് പരിപാടി പൊളിക്കാനുള്ള മൂടുണ്ടായിരുന്നു പടത്തിൽ. അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും പടത്തിന് ഉണ്ടാവും നമുക്ക് വിശ്വസിക്കാം. ഫെബ്രുവരി 14 പ്രണയദിനമാണ്. ആദ്യം പ്രണയിച്ച ആരെയാണ്? അങ്ങനെ ചോദിച്ചാൽ ഓർമ്മയില്ല കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മള് ആ സമയത്തൊരു ചെറിയ പ്രായത്തിൽ ആരോടെങ്കിലും ഒക്കെ പ്രണയം തോന്നുന്നതായിരിക്കുമല്ലോ. ഇപ്പൊ പ്രണയം ഭാര്യയോടാണ്. ഇപ്പൊ അത് പറഞ്ഞിട്ട് വീട്ടിൽ കണക്കില്ല. പ്രണയം ശരിക്കും പ്രണയം കൂടിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിന് പിന്നെ കോളേജിൽ വരുന്ന കാലത്ത് അങ്ങനെ ഒരു പ്രണയത്തിനൊരു ഹൈപ്പ് മാറി വന്നിട്ടില്ലേ? ഇല്ല, ഞാൻ എന്താന്ന് വെച്ചാൽ ബേസിക്കലി ഭയങ്കര സൈലന്റ് നേച്ചറാണ് പണ്ട് മുതൽ. ഇപ്പോഴും ഞാനിപ്പോ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു 4 വർഷം ബോംബെയിൽ വർക്ക് ചെയ്യുന്നല്ലോ. ആ സമയത്താണ് കുറച്ച് ആൾക്കാരായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, പ്രത്യേകിച്ച് പെൺപിള്ളേരൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയും ധൈര്യക്കുറവൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ആരോടെങ്കിലും തോന്നിയാൽ പോലും ഞാൻ പോയി പറയില്ല. ഓക്കെ, അവിടെ അങ്ങ് വിടും, നോക്കും അത്രേ ഉള്ളൂ. അതിനുള്ള ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ സിനിമയിലും കൂടെ വന്നതും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് ശേഷമാണ് കുറച്ചുകൂടെ ആൾക്കാരായിട്ട് പ്രണയിക്കാനല്ല സംസാരിക്കാൻ പോലും തുടങ്ങിയത്, ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജിൽ കയറി നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പണ്ടൊക്കെ. ഒരിക്കലും ഞാൻ സ്റ്റേജിൽ കയറിയോ അങ്ങനത്തെ പരിപാടിക്ക് പോവുകയോ ചെയ്യാറില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ആൾക്കാരായിട്ട് ഇപ്പോഴും പഠിച്ചതുകൊണ്ട് ഇനിയിപ്പം പ്രണയിക്കാനുള്ള സമയമില്ല. ഇനി സമയങ്ങളുണ്ട്. പ്രണയം എപ്പോഴും വേണമല്ലോ നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴും സിനിമയോടാണ് സിനിമ അല്ല, എന്തിനാണെങ്കിലും ഒരു പ്രണയം നമുക്ക് വേണമല്ലോ. സിനിമകളാകാം, എന്തിനും നമുക്ക് പ്രണയിച്ചോണ്ട് നമ്മൾ എപ്പോഴും സിനിമയെ പ്രണയിച്ചെന്ന് അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാണല്ലോ സിനിമയിലുള്ള പ്രണയം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. പ്രേമലു കഴിഞ്ഞതിന് ശേഷം പ്രണയം കൂടിയോ? പ്രണയം ആക്ച്വലി പ്രേമലുവിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ
എല്ലാവരും ഈ പറഞ്ഞ പോലെ റിലീസ് കല്യാണത്തിന് ശേഷം ആയതുകൊണ്ട് എല്ലാ ക്രെഡിറ്റ്സും അവൾക്ക് പോയി. എല്ലാവരും പറയല്ലോ വന്ന പെണ്ണിന്റെ ഭാഗ്യം. അത് അത്രയും നാളത്തെ 5 വർഷത്തെ നമ്മളുടെ കഷ്ടപ്പാട് മാറി എന്നുള്ളത് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങള് ഒരു 3 വർഷത്തോളം അല്ല അതെനിക്ക് അത്ര ഹാപ്പി അല്ല, ഞാൻ കഷ്ടപ്പെട്ടതിനുള്ള ക്രെഡിറ്റ് പോകാന്ന്. പക്ഷെ ഒരു 3 വർഷം ഞങ്ങള് റിലേഷൻഷിപ്പിലായിരുന്നു. അത് ഒരു ഈ പറഞ്ഞ പോലെ 3-ാം ദിവസം പ്രപ്പോസ് ചെയ്തു, 10-ാം ദിവസം വീട്ടിൽ പറഞ്ഞു, അവര് സമ്മതിച്ചു. 3 വർഷത്തേക്ക് പക്ഷെ ഞങ്ങളുടെ ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഒരു സമയം എടുത്തെന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3 വർഷത്തിന് ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ട് 2 വീട്ടുകാരുടെ മുതൽ കല്യാണം നടന്നു. ഇപ്പോൾ അവള് വന്നതിന് ശേഷം സംഭവം എല്ലാം ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആവട്ടെ, ഉണ്ടാവണോ? ഓരോ സ്റ്റേജിലും അടുത്തടുത്തത് കിട്ടി ഇങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷൻസിലും ഇപ്പൊ അതിനിടയിൽ വരുന്ന ഫോളുകളുണ്ട് നമുക്ക്. ഇപ്പോ ആക്സിഡന്റ് അങ്ങനെ ഒരു കാര്യമായിരുന്നു, പക്ഷെ ആ സമയത്തും കൂടെ ഉണ്ടായിരുന്നത് ഫാമിലി തന്നെയാണ്. അച്ഛനമ്മ അവളായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ ടേക്ക് കെയർ ചെയ്തിരുന്നത്. അപ്പോൾ നല്ലത് വരുമ്പോഴും മോശം വരുമ്പോഴും അവർ കൂടെ ഉണ്ട്. ഈ കഴിഞ്ഞ 3 വർഷത്തിലും റിലേഷൻഷിപ്പിന്റെ സമയത്ത് നമ്മൾക്ക് ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ നമ്മളെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ളതും ഒക്കെയാണ് പരിപാടി. അവള് ഇങ്ങനെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷെ എല്ലാം കേട്ടിരുന്നിട്ട് സാരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിയാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതായിരുന്നു മുമ്പോട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്. ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ 1 മാസം ആള് ലീവൊക്കെ എടുത്ത്, 1 മാസമല്ല 1 മാസം ലീവ് എടുത്ത് എൻ്റെ കൂടെ വീട്ടിൽ തന്നെ ഫുൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷൂട്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്തും ലീവ് എടുത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ കരിയറൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പാഷനൊക്കെ മാറ്റി വെച്ച് നമ്മളൊരാളുടെ ഇഷ്ടം കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അവളത് ചെയ്തു. ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഫാമിലിയും അച്ഛനും അമ്മയും അതുപോലെ തന്നെയാണ്. അവർക്കും ചെറുപ്പം തുടങ്ങി ഞാൻ ഒറ്റ മോന, ഭയങ്കര കാര്യം. എല്ലാ കാര്യത്തിലും നമ്മൾക്ക് ഓരോ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഓരോ സമ്മാനം കിട്ടുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ് അവർ. അപ്പോൾ അച്ഛനും ഫിലിമിലൊക്കെ ആയിരുന്നു. അച്ഛൻ അസിസ്റ്റന്റ് ക്യാമറാമാൻ ആയിരുന്നു. അപ്പം അച്ഛന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയതും അല്ലെങ്കിൽ അച്ഛൻ്റെ ബാക്കി എക്സ്റ്റൻഷനും ഒക്കെ എന്നിലൂടെ കംപ്ലീറ്റ് ആവുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് അച്ഛൻ ഭയങ്കര ഇമോഷണലായിട്ട് 2 അടിച്ചാലൊക്കെ മാത്രമേ ഇമോഷണൽ ആവാറുള്ളതാണ്. ഭയങ്കര നോർമലി ഒരു ദിവസം രാവിലെ വന്ന് നിന്നിട്ട് എൻ്റെ അടുത്ത് ഇമോഷണലായിട്ട് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫാമിലി ഭയങ്കര സമാധാനമാണ്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നമ്മുടെ ഒരു വിജയത്തിന്റെ പിന്നിൽ ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താനും എങ്ങോട്ട് പോകാനും ഒരു ധൈര്യം ആണല്ലോ. ആ വൈഫും അച്ഛനും അമ്മയും ഒറ്റ മോൻ. അച്ഛൻ്റെ ഉപദേശമൊക്കെ ചോദിക്കാറുണ്ടോ? അച്ഛനെ ആക്ച്വലി ഭയങ്കര ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഞങ്ങൾ ഭയങ്കര തമാശ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണേടികളും പരിപാടികളും ഒക്കെയാണ്. പക്ഷേ ലിറ്ററലി എനിക്ക് സെറ്റ് കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട്, അനിയന്മാരുണ്ടാവാറുണ്ട്. പക്ഷെ ലിറ്ററലി ഒരു ചേട്ടൻ ഫീല് ആദ്യമായിട്ട് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്നത് അച്ചുവേട്ടനാണ്. കാരണം നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാൻ, ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്, നമുക്കൊരു ഒരു ഫുഡ് വാങ്ങിച്ചു തരുന്ന പോലും ചുമ്മാ വാങ്ങിച്ചു തരുന്നതല്ല, ഭയങ്കര സ്നേഹത്തോടെയാണ് വാങ്ങിച്ചു തരുന്നത്. ആണല്ലേ? വലിയോടത്ത് വെച്ചിട്ടല്ലേ? അല്ല എനിക്കുണ്ടായത് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോ അതിനുശേഷമൊക്കെ ആണെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ചുമ്മാ ചിലപ്പോ വേറൊരു കാര്യം ചോദിക്കാനായിരിക്കും. ഇതിനകത്ത് നമ്മൾ ഈ സംഭവത്തിന് എങ്ങനെ ഒരു ഡൗട്ടൊക്കെ ആയിരിക്കും ചോദിക്കണത്. പക്ഷെ അച്ചുവേട്ടന് ആ ടോട്ടൽ പ്രശ്നത്തിന് ആണോ ഇങ്ങനെ ഒരു പ്രശ്നം അന്ന് നോക്കി അത് ഞാൻ സെറ്റ് അർജുന്റെ പ്രശ്നമായി മാറും. അർജുന്റെ പ്രശ്നമായി. പിന്നെ പുള്ളിക്കാരനെ ഇൻവോൾവ് ചെയ്ത് എല്ലാവരുടെ കാര്യത്തിലും, ഇപ്പം സംഘുന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മള് ഷൂട്ട് നടക്കുന്ന സമയത്ത് എല്ലാവരുടെ കാര്യത്തിലും ഇൻവോൾവ് ആയി എല്ലാരെയും സെറ്റാക്കുക, വൈബാക്കുക എന്നുള്ളതാണ് അർജുന്റെ മെയിൻ പരിപാടി. പക്ഷെ ഇവിടുത്തെ ഇന്നത്തെ ഇന്റർവ്യൂല് വൈബില്ലാതെ ഇരിക്കണം. ഒന്നാമത് ജലദോഷം ഉണ്ട്. ജലദോഷവും ചെറിയ അവിടെ അങ്ങ് ഇരുന്നാ മതി, ബാക്കിയെല്ലാം ഇവര് പറഞ്ഞു. ആക്ഷൻ കൊടുക്ക്. നേരത്തെ നമ്മൾ ഇടക്കിടക്ക് അങ്ങനെ കാണിച്ച് ഓരോരുത്തർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റേത് കൂടി പറ. അല്ല ആ കാര്യത്തില് ഓക്കെയാണ്, അടിപൊളി സൂപ്പറാണ്.
അത് നേരത്തെ തൊട്ട് അങ്ങനെ ഒരു എന്തോ സ്വഭാവം. വാങ്ങിച്ചു ഇക്കൊക്കെ ഒന്ന് വാങ്ങിച്ചു മേടിച്ചതൊന്നുമില്ല. മൂട് മേടിച്ചെന്നിട്ടെങ്കിലേ ഉള്ളൂ. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള എനിക്ക് കുറച്ചു നേരം കൂടി മുമ്പേ പറഞ്ഞുള്ളൂ. പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളങ്ങനെ നമ്മള് എടുത്തോണ്ടിരുന്ന ചക്കനല്ല ഇരിക്കുന്നത് എൻ്റെ മുമ്പിൽ. അപ്പൊ നമുക്കൊക്കെ അഭിമാനവും സന്തോഷമല്ലേ. ഒരിക്കലും അച്ചു സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞങ്ങളാരും. ഒരിക്കലും ആ സിനിമ എന്നുള്ള ഒരു അഭിനയമോഹം എന്നുള്ള ഒരു സാധനയില്ലായിരുന്നതാണോ എനിക്കിപ്പോഴും ഓർക്കണം. ഓർക്കിട്ടെന്ന് സിനിമ കഴിഞ്ഞിട്ട് പോലും പിന്നെയും വേണ്ടാന്ന് പറഞ്ഞ ആളാണ് അല്ലേ. ചെറുതായിട്ട് അതെ 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 അത് കഴിഞ്ഞിട്ടാണ്. അതാണ് ഒരേ കഴിവാണല്ലോ ഓരോ ആളുകളുടെയും കഴിവുകൾ. എവിടെ മറിച്ചിരുന്നാലും ആ കഴിവ് പുറത്തേക്ക് വരും, ഉറപ്പാണ്. അത് ഇപ്പോൾ കഴിഞ്ഞ പല ഇന്റർവ്യൂവിലും നമ്മൾ ഇരുന്നിട്ടുണ്ട്. ആദ്യത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നല്ല സ്റ്റഡി ആയിട്ടാണ് വരുന്നത്. എന്ത് പറയാനും തയ്യാറായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഇതല്ല, ഇവരുടെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. അല്ല, നമ്മൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം ഇരിക്കുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. സ്റ്റേജിൽ വയ്ക്ക് വരുമ്പോൾ ഒന്ന് പിന്നോട്ടും പോകും. ആ സ്റ്റേജിൽ കുറച്ച് പേടി എപ്പോഴും ഒന്ന് പിന്നോട്ട് പോകും അല്ലേ. അതെ 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 അതെ. അതെന്താണ് അങ്ങനെ? അല്ല അതങ്ങനെയല്ല, സ്റ്റേജിൽ കയറി ശീലമില്ല അങ്ങനെ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ തന്നെ സ്റ്റേജ് കയറുക എന്ന് കുറച്ച് ബുദ്ധിമുട്ടാവും. ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, പ്രശ്നമല്ല. പക്ഷെ തന്നെ കയറുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇത്രയും ക്രൗഡ് കാണുമ്പോൾ നമ്മളൊന്ന് അയ്യോ എൻ്റെ അമ്മ. പക്ഷെ അല്ല, ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ ഇപ്പൊ ഇവരുടെയൊക്കെ കൂടെ കൊടുക്കുമ്പോൾ ഭയങ്കര ഈസിയാ, ഫ്രീയാ. നമുക്ക് സംസാരിക്കാം, നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ അങ്ങ് സംസാരിച്ചാൽ മതിയല്ലോ. സംസാരിച്ച് പോയാൽ മതി. ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും പറയാം, അതിനകത്ത് കയറി ഒന്ന് പിടിച്ചാൽ അതെ അതെ അല്ലേ. അബദ്ധത്തിൽ നമ്മൾ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും. ഇല്ലെങ്കിൽ കിട്ടാതെ പോകും അല്ലേ. ഈ ലൊക്കേഷനിൽ നേരത്തെ ഞാൻ ചോദിച്ചാൽ ഒരു അനുഭവം അല്ല ചോദിക്കുന്നത്. ഈ ലൊക്കേഷനിൽ ഉണ്ടാകുന്ന ഈ ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്തിൽ, അന്ന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്തിൽ എന്തെങ്കിലും ഒരു സംസാരത്തിൽ ഇഷ്ടപ്പെടാതെയും ഇഷ്ടപ്പെട്ടതുമായ രണ്ട് ആളുടെ പേര് പറയുമോ? ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഇഷ്ടപ്പെട്ടത് എല്ലാരും. അല്ല, ഞങ്ങൾ ആക്ച്വലി വെറുതെ ബിഗ് ബോസ് ടാസ്ക് 2 ഇങ്ങനെയാണ് അല്ല, ഇഷ്ടപ്പെടാത്ത ആരുമില്ല ആക്ച്വലി. ഞങ്ങള് വെറുതെ ഇരിക്കുമ്പോ യൂനോ കളിക്കുക, എക്സ്പ്ലോഡിംഗ് കിറ്റൻസ് എന്ന് പറഞ്ഞൊരു കാർഡ് ഗെയിം ഉണ്ട്, അത് കളിക്കുക. അപ്പൊ അങ്ങനെ അതില് കളിക്കുക. പിന്നെ നമ്മുടെ ബോട്ടിൽ ഗെയിം ഉണ്ടായിരുന്നില്ലേ, മറ്റേ ബോട്ടിൽ കളിച്ചത്, അത് അടിപൊളിയായിരുന്നല്ലേ. ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച പുതിയൊരു ഗെയിമാണ്. പുതിയ ഗെയിം. ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ക്യാച്ച് ചെയ്യാൻ പറയാ. അങ്ങനത്തെ ഇതിലൊക്കെ രസമുള്ള പരിപാടി ചെയ്യാ. ആ സമയത്ത് കുറച്ച് അടി ഉണ്ടാക്കുക. കഴിഞ്ഞ ഇന്റർവ്യൂല് 2 ഗ്രൂപ്പ് ആക്കിയായിരുന്നു. അപ്പോഴും നല്ല അടിയായിരുന്നു. ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് തിരിച്ചായിരുന്നല്ലേ. നമുക്ക് ഒരുമിച്ചിരുന്ന് അടി ഉണ്ടാക്കണ ഏറ്റവും ശരി. അച്ചോ അല്ല അല്ല, ഒരുമിച്ചിരുന്ന് അടി ഉണ്ടാക്കണല്ലേ. ഗ്രൂപ്പ് ഇരുന്ന് അടി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഇരിക്കണം. അല്ല, രണ്ട് ഗ്രൂപ്പായിട്ട് ഓ അത് കയറി പിടിച്ചല്ലേ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ഒരുമിച്ച് തന്നെയല്ലോ. 2 ഗ്രൂപ്പ്. ഓ മറന്നു, 2 ഗ്രൂപ്പ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ. ആദ്യം പ്രണയം അങ്ങനെ പ്രണയമില്ല. എല്ലാരും ചിരിക്കണ്ടാവും ചോദിച്ചപ്പോ. അല്ല, അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇവർക്കൊക്കെ അറിയാവുന്നതാണ് അവർ ചിരിച്ചത്. അവർക്ക് ആർക്കും അറിയില്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ. എനിക്കറിയാം അങ്ങനെ ഒന്നുമില്ല. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ എനിക്ക് സംഘ് കുറെ കാര്യങ്ങൾ പറയും, വിശ്വസിക്കണം അവനില്ല, മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസിച്ചത്. എന്റെ അവസ്ഥ ഇല്ല, ഭയങ്കര അവസ്ഥയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇല്ല. അതെ, പ്രണയം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ. സംഗീതനോട് എനിക്ക് പ്രണയമുണ്ട്. അത് സൗഹൃദത്തില് പ്രണയം ഇല്ലേ? ഇല്ല അല്ല ഉണ്ട്. സൗഹൃദം പ്രണയ രീതിക്കാണല്ലോ. സുഹൃത്തിനോടുള്ള ഇഷ്ടം, സ്നേഹം, അല്ല അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. അത് ഇല്ലാത്തതിന്റെ വിഷമമൊന്നും ഇല്ല എനിക്ക്. പോയിട്ട് വരാം നടക്കട്ടെ എന്നൊക്കെ. ഇതുവരെ അങ്ങനെ ഇല്ലാത്തതിന്റെ വിഷമമൊന്നും പങ്കുവെച്ചിട്ടില്ല അല്ലെ? ഉണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ നിലനിന്ന് പോകാറില്ല. 1 ദിവസം 2 ദിവസം ചുമ്മാ പറയാം, അത്രേ ഉള്ളൂ.
ഇത്രയും ചങ്ക് കൂട്ടുകാരനായിട്ട് ഒരു പ്രണയം ഒപ്പിച്ചു കൊടുക്കായിരുന്നു. ഒപ്പിച്ചു കൊടുക്കാൻ അതിനു പറ്റും. വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം എന്നിട്ടും രക്ഷയില്ല. രക്ഷയില്ലാന്നുള്ളതല്ല, ഇതിപ്പോ എന്റെ കുഴപ്പം പോലെ എല്ലാം ഒത്തു വരണമല്ലോ, അതുകൊണ്ടാ. എന്തോ എന്റെ കുഴപ്പം പോലെ ആയാലോ. അവനൊരു കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ തീരുമാനാക്കി. പെട്ടെന്ന് ആ സാധനം ഇല്ല, ഇതിലേക്ക് എത്തി. അവനൊരു കുഴപ്പമില്ല. അല്ല കഴിഞ്ഞില്ലെന്ന് കഴിഞ്ഞ് പ്രണയം വിട്ടയാൻ. ഈ വാലന്റൈൻസ് ഡേക്ക് ആർക്കാണ് ആദ്യമായിട്ട് പൂ എന്തെങ്കിലും കൊടുത്തത്? അത് ശരി. അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? ഇല്ല, ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ല. ടീച്ചേഴ്സ് ഡേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടീച്ചർമാർ. നമ്മള് ക്ലാസ്സിൽ എല്ലാവരും പിന്നെ ക്രിസ്മസിന് കൊടുക്കൂലേ മറ്റേ ഗിഫ്റ്റ്? അല്ലടാ, ഗിഫ്റ്റ് എക്സ്ചേഞ്ച്. പൂ കൊടുക്കില്ലല്ലോ. അമ്മയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ ടീച്ചേഴ്സ് ഡേക്ക്. ടീച്ചറാണ്. അമ്മ ടീച്ചറായിരുന്നല്ലോ. ആ. സത്യമായിട്ട് വാലന്റൈൻസ് ആർക്കും ഞാൻ കൊടുക്കില്ല. എല്ലാവരോടും പറയാനുള്ള പോലെ എനിക്കോട് പറയുന്നു, ഇതൊക്കെ സത്യമാണ്, അല്ലാതെ ഒരു വിനയോ അല്ലാതെ ഒന്നുമല്ല. ഒളിപ്പിച്ചേക്കലൊന്നുമില്ല. ഒന്നുമല്ല. ഉണ്ടെങ്കിൽ അവൻ അഭിമാനത്തോടെ പറഞ്ഞു. അതല്ലേ? അഭിമാനത്തോടുകൂടി പറഞ്ഞാണ്. നിങ്ങളുടെ ഒരു അങ്ങനെ എന്തെങ്കിലും പരിപാടി, ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ. എല്ലാവരും ഒറ്റ കാര്യം. അല്ല, കാരണം എല്ലാ ചാനലിലും ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇങ്ങനത്തെ സാധനം വരും. ഞാൻ പറയില്ല. അവനെന്നെ മതിയായി. എല്ലാരും ഒരുമിച്ച് പ്രസ് മീറ്റ്. പ്രസ് മീറ്റ് എടുത്താ അപ്പൊ ഇതിന്റെ സക്സസോടുകൂടി അതും നടക്കട്ടെ. പ്രസ് മീറ്റിൽ അത് പറയാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. പിന്നെ എല്ലാരും എപ്പോഴും അവിടെ നടക്കുന്നില്ല എന്നിട്ടും അല്ലേ? വൈകാതെ നടക്കും. അതെ, ഉറപ്പിച്ചു. സമയമാകുമ്പോ നടക്കും. അതത്രേ ഉള്ളൂ. നടന്നില്ലെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഈ നിങ്ങളുടെ ഗ്യാങ്ങിൽ മൂന്നാമത്തെ സിനിമയാണല്ലോ. അവരുടെ കൂടെ മൂന്നാമത്തെ സിനിമ. അങ്ങനെ ഗ്യാങ് ഒന്നും ഗ്യാങ് എന്ന് വെച്ചാൽ സുഹൃത്തുവലയത്തിന്റെ കാര്യമാണ്. മൂന്നാമത്തെ സിനിമയിലും എത്തിയിരിക്കുകയാണ്. അതൊരു ഭാഗ്യമാണല്ലേ? അതെ അതെ, ഡെഫിനറ്റ്ലി അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പൊ ADJ എനിക്ക് തോന്നണം എന്നെ വെച്ച് ഞാൻ പുള്ളി ചെയ്യുന്ന സിനിമയിൽ ഞാൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചൊന്നുമല്ല. അങ്ങനെ 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 ഒരു കഥയും ഉണ്ടാക്കിയതല്ല. പുള്ളിക്ക് തോന്നിയൊരു തോട്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു, അതിന്റെ പാട്ടാവും, അങ്ങനെ നടന്നു പോകുന്ന. അല്ലാണ്ട് എല്ലാ സിനിമയിലും മാത്യു വേണം എന്നോ അങ്ങനത്തെ വാശിയോ പരിപാടികളൊന്നുമില്ല. പക്ഷെ അങ്ങനെ പരിചയമുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് ഉണ്ട്. ഇപ്പൊ എനിക്ക് സാധാരണ നമ്മളൊരു സെറ്റ് പോയാൽ നമ്മളൊന്ന് ഒരു എന്താ പറയാ, നമ്മളൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെനിക്കിപ്പോ വീട്ടിൽ നടക്കുന്ന പോലെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് അലമ്പ് കാണിക്കാം. എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡം ഉള്ളൊരു സെറ്റായിരുന്നു. അതൊക്കെ ഭയങ്കര രസം. നമ്മൾ ഭയങ്കര ഈസിയാണ്. വേറെ തോട്ടുകളൊന്നുമില്ല. പെർഫോം ചെയ്യുമ്പോഴൊന്നും വേറെ എന്താ പറയുന്നത്, നമ്മളതിനെ പറ്റി ഇൻഹിബിഷൻ ഒന്നുമില്ല, ഒരു ഇൻഹിബിഷനും ഇല്ല. അപ്പൊ ADJ അടുത്താണെങ്കിൽ പോലും നേരെ പോയി ചോദിക്കാം, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ ADJ. അപ്പൊ ADJ പറയും വേണ്ട, എന്നാ വേണ്ട എന്ന് പറയും. അപ്പൊ അത് അങ്ങനത്തെ ഒക്കെ ഫ്രീഡം ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി. അച്ഛൻ പറഞ്ഞ മമ്മൂക്കാട് കൂടെ അഭിനയിക്കുന്നു, ഈ പറയുന്ന ഇവരൊക്കെ ആയിട്ട് കൂടി അഭിനയിക്കുന്നു. പലതും പല രീതിക്കാണല്ലോ. അല്ല അല്ല, ഞാൻ ആക്ച്വലിലേക്ക് വന്ന ചോദ്യത്തിലേക്ക് കൂടെ പോവാം. നമുക്ക് വെറുതെ ഇങ്ങോട്ട് വിടാല്ലേ ഇങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞ അല്ല, മമ്മൂക്കാട് കൂടെ അഭിനയിക്കും, പിന്നെ ഇവരുമായിട്ട് കൂടുന്നു. ആ കൂട്ടങ്ങളും പല വ്യത്യാസമാണ്, ഓരോ ആളുകളും വ്യത്യാസമാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാവും. ലൊക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ പേരുണ്ടാവും. ഇങ്ങനെ ഈ ഗ്യാങ്ങിലൊക്കെ ഒരേ വയസ്സും പ്രായമുള്ള ഗ്യാങ്ങിൽ വരുമ്പോൾ എങ്ങനെയാണ് ആ വൈബ് ഉണ്ടാവുന്നത്? ആദ്യം ഇവരിപ്പോൾ ഓൾറെഡി എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരായിരുന്നു. ലൊക്കേഷനിൽ വരുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് ഒന്ന് മിങ്കിളെ വരാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. പക്ഷെ മിങ്കിളതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ അവസ്ഥ തന്നെയായിരുന്നു. എന്തും ADJ ഒരു ദിവസം പറഞ്ഞു, എന്ത് നീ ഇതല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെയാണ്, മറ്റേ ഞാനിങ്ങനെയാണ്, നീ ഇങ്ങനെയല്ല, നീ ഫേക്ക് ചെയ്യണേ. ഞാൻ ഫേക്ക് ചെയ്യണല്ലേ ADJ, നീ ഇതല്ല എന്നാൽ പോയി. പിന്നെ ക്യാരനൊക്കെ തുറന്ന് ഞാൻ ഏറ്റെടുത്ത് പരിപാടി. ഇനി ഇപ്പം സംസാരിച്ചില്ലെങ്കിൽ ഇനി സംഭവം സെറ്റാവില്ലെന്ന് വെച്ചിട്ട് ഗെയിം കളിയൊക്കെ തുടങ്ങി, ഷെഡ്യൂളായി. പിന്നെ അറിഞ്ഞോ അറിയാണ്ടോ എല്ലാവരും നല്ല സിങ്കായി തുടങ്ങി. കാരണം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറ്റിയ ആൾക്കാരായിട്ട് സിങ്കാവും, പറ്റാത്ത ആൾക്കാരായിട്ട് പതുക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ തന്നെ പോകുന്നുണ്ടോണെങ്കിൽ. പക്ഷെ ഇതെല്ലാം ഓക്കെ ആയിരുന്നു, നമുക്ക് സെറ്റായിരുന്നു, എല്ലാവരോടും മിങ്കിളായി. പിന്നെ എന്നെ ADJ കാണുമ്പോൾ ഞാൻ വേറെ ഒരാളാണ്, ശരിക്കുള്ള ഞാനാണ്. അപ്പോൾ ADJ ഞാൻ പറഞ്ഞു, ADJ ഇപ്പം ഞാൻ ഓക്കെ അല്ലേ? അപ്പോൾ അതാണ്, കുറച്ച് സമയം എടുക്കും. ഒറ്റയടിക്ക് എനിക്ക് ചാടി കയറി സംസാരിച്ചാൽ അവിടെ ചിലപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളായിരിക്കില്ലല്ലോ മറ്റുള്ള. അതെ 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 അതെ. അപ്പം അത് ഒരു സ്പേസ് ആദ്യമേ ഉണ്ടാക്കണേക്കാട്ട് മുമ്പ് നമുക്ക് പറ്റിയ ആളാണെന്ന് അറിയണം.
കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഓപ്പൺ അപ്പ് ചെയ്യണം. പിന്നെ അത് വർക്കാവെങ്കിൽ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ പരിചയമുള്ളവരെ പോലെ ഹായ് ബൈ പറഞ്ഞു പോവാം. അത് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ വന്നിങ്ങനെ അത് കുറെ പണി കിട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ താത്വികമായിട്ട് ചിന്തിച്ചൊന്നും പോയി സംസാരിക്കാൻ അത്രയും ബുദ്ധിയൊന്നും ഇല്ല എനിക്ക്. കുറെ പണി കിട്ടി, കുറെ നല്ല കൂട്ടുകാരില്ലാതായപ്പോഴൊക്കെയാണ് ശേഷം പതുക്കെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ ഒരു സ്പേസും പരിപാടിയൊക്കെ ആയിട്ട് സംസാരിച്ച് പിന്നെ നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാനും കൂടെ നിർത്താനും പറ്റൂല. ഇതിപ്പോൾ അടിപൊളിയായിരുന്നു, പീസ്ഫുൾ ആയിരുന്നു, സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. അത്തരം പണികൾ കിട്ടിയിട്ട് പിന്നെ അവരെ കാണുമ്പോൾ പണി തന്നെ മറ്റേ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അല്ല, അത്തരം പണികൾ കിട്ടി പിന്നീട് അവരെ കാണുമ്പോൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒരിക്കലും. എന്തിനു ബുദ്ധിമുട്ട്? നമ്മളെ തലയിൽ കയറ്റാതിരുന്നാൽ മതി. നമുക്ക് കാര്യം മനസ്സിലായോ, നമ്മൾ പഠിച്ചോ, നമ്മുടെ കാര്യം നോക്കി മാറിക്കോളൂ അല്ലേ? ഇത്ര ചിന്തിക്കാറുള്ളൂ. ആ ചിന്താഗതി നല്ലതാണ്. പിന്നെ വന്നത് നേരത്തെ പറഞ്ഞ വന്നത് പരിചയമില്ലാത്തവർ നമ്മൾ കാണിച്ച് സ്നേഹം കാണിച്ചത് ഫേക്ക് ആയിട്ട് തോന്നും. അല്ല, ഞാൻ എന്റെ രീതിയാണ്. അല്ല, മറ്റേ സൈക്കോളജി പരിപാടി അറിയാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മറ്റേ ഭയങ്കര ബഹുമാനമൊക്കെ പിടിച്ച് ഭയങ്കര കാമൊക്കെ ആയിട്ട് ഇപ്പൊ ശ്യാം ഇരിക്കണ പോലെ ഞാൻ ഇരുന്നു. സത്യം, ഞാൻ ഇങ്ങനെയൊക്കെ ഫസ്റ്റ് ഓർമ്മ ഉണ്ടാകാൻ അറിയില്ല. ഫസ്റ്റ് ഡേ ഞാൻ മറ്റേ ഫുൾ സിനിമ ഇത് എക്സ്ക്യൂസ് മീ, രണ്ടാമത്തെ ദിവസം പോവാന്ന് പറയാൻ പറ്റും, അതുകൊണ്ട് വിളിച്ച് അല്ല പക്ഷെ ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കൊള്ളാലേ പോകുമ്പോ പറയടാ ഇപ്പൊ മറ്റേ പോണേണ്ട എന്ന് പറയുമ്പോ പറയണമല്ലോ നമ്മളെപ്പോഴും ഇറങ്ങി. ഒരു വ്യത്യാസം, അങ്ങനെ ഓരോ അനുഭവങ്ങളാണ് എല്ലാവരും. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും സിങ്കാവും, ഈ ലൊക്കേഷനിൽ ഇത്രയും ഫണ്ണായിട്ട് തീരും. ഞാൻ വിചാരിച്ചിരുന്നു, എനിക്കറിയില്ലായിരുന്നല്ലോ. എനിക്കൊരു ഇതുണ്ടായിരുന്നു, എല്ലാരും അടിപൊളി ആൾക്കാരാണെന്നുള്ളൊരു സംഭവം. ഈവൻ ഇൻക്ലൂഡിങ് ഷാജോൺ ചേട്ടൻ, അംബരീഷ്, എല്ലാവരും ഉണ്ടല്ലോ, ബിനിച്ചേട്ടൻ, മുതിർന്ന ആളുകളും ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു മുതിർന്നതൊന്നുമല്ല, നമ്മള് കളിയാക്കുമ്പോ അവരും കൂടും നമ്മുടെ കൂടെ. അതെ, ഭയങ്കര രസമായിരിക്കും. ഒരുമിച്ചല്ലേ ഊനൊക്കെ കളിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുന്ന ആളുകൾ വലുതാണ്. ഇങ്ങനത്തെ പെടാൻ പറ്റുന്നതും വലിയ ഒരു പടം തീർക്കുകയും അത് ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അല്ലേ? സ്മൂത്ത് ആയിട്ട് എല്ലാ പരിപാടികളും ഇങ്ങനെ. അതിൽ ആക്സിഡന്റിൽ ആ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി കഴിച്ചാൽ ബാക്കി എല്ലാം ഡീലായി. അല്ല, പക്ഷെ അതും അങ്ങനെ ആർക്കൊന്നും പറ്റാണ്ടൊക്കെ ഒന്നും അധികം മോശമായിട്ടൊന്നും പറ്റിയില്ല. റെസ്റ്റ് എടുത്ത് മാറിയത്. അതെ, എത്ര ആള് റെസ്റ്റ് എടുത്താൽ? ഒരു മാസം റെസ്റ്റ് എടുത്തു അല്ലേ? ഒരു മാസം നമ്മളുടെയും കൂടി സൈഡിൽ നിന്നുള്ളൊരു എന്താ പറയുക, ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. കാരണം എത്രയും പെട്ടെന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഫിസിക്കലി ആക്റ്റീവായിട്ട് പോവുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് പ്രിക്കോഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ 2 weeks ആണെങ്കിലും ചിലപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ അറിയാണ്ട് അത്രയും ദിവസം എല്ലാം കൺട്രോൾഡാ, നടക്കുന്നതൊക്കെ ഇങ്ങനെ എണീക്കുന്നതായിരുന്നു. പക്ഷെ ആ എക്സൈറ്റ്മെന്റ് ഞാൻ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടാണോ എന്ന് പോലും ഡൗട്ട് ഉണ്ട്. അത്രയും എനിക്ക് കൈയൊക്കെ വിറച്ച് നമ്മൾ അത്ര എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല ഒരു രീതിയിലും. ആ സിനിമ ടോട്ടലി നമ്മളവിടെ വിട്ടു, അതിന്റെ ഫെയിലിയറും അതുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ പെയിനോടെ വിട്ട് മൂവ് ഓൺ ആയി. അത് മറന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാധനം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ എനിക്ക് ഇമോഷണലി സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്ന ഇത്. ഇപ്പൊ പ്രേമിലും അത്രയും സക്സസിൽ നിൽക്കുമ്പോൾ പോലും അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. ഇത് ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു. ഒറ്റ മൊമെന്റിലാണ് ഞങ്ങളുടെ റൈറ്റർ തോമസ് വിളിച്ചിട്ട് പറയുന്നത്, എടാ നിനക്ക് സ്റ്റേറ്റ് എവിടെയാ? അങ്ങനെ പോടാ എടാ ശരി. അപ്പൊ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളുണ്ട്. അതാണ് വിചാരിച്ചത്. ഞങ്ങളെ ലിറ്റിൽസ് റാവുത്തറിന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിക്കാണ്ട് ഞാൻ നേരെ ഫോണിൽ നോക്കിയപ്പോൾ വാട്സപ്പിൽ പോപ്പ് മെസ്സേജസ് ഇങ്ങനെ കൺഗ്രാറ്റ്സ് വരുന്നുണ്ട്. അപ്പോഴാണ് വിശ്വാസം ചെയ്തത്. അപ്പൊ ഞാൻ അറിയാണ്ട് ഈ പറഞ്ഞ നടക്കാനൊക്കെ പറ്റും, അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി നടന്ന് താഴെ അച്ഛൻ്റെ അമ്മയുടെയും മോളുടെയൊക്കെ അടുത്ത് പോയി അങ്ങനെയൊക്കെ. അപ്പൊ ആ സമയത്ത് മാത്രമാണ് ഒന്ന് അൺകൺട്രോൾഡ് ആയി പോയത്. ബാക്കി എല്ലാ സമയത്തും റെസ്റ്റ്. കാരണം ഷൂട്ട് അത്രയും എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. വലിയൊരു വെയിറ്റിംഗ് ആയിരുന്നു. അത് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എല്ലാവരും, പല ആൾക്കാരും ഡേറ്റുകൾ തന്നെ അല്ലേ മാറിപ്പോകുന്ന കാഴ്ചകളാവുന്ന ഒരു അവസ്ഥ വന്നായിരുന്നു. ഞാനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛനൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചു. അന്ന് രാത്രി തന്നെ നമ്മൾ അറിയുന്നത്, രാത്രി തന്നെ അറിയുവാണല്ലോ, വാർത്ത പെട്ടെന്ന് രാത്രി തന്നെ പുറത്തേക്ക് വന്നല്ലോ. എന്തായാലും ഭാഗ്യം എല്ലാം മുകളിലിരിക്കുന്നതാണ് നമ്മൾ രക്ഷിച്ചു. സ്റ്റേറ്റ് അവാർഡ് വാങ്ങി അടിച്ചു പൊളിച്ച് ആ സമയത്ത് തന്നെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനവും
അപ്പൊ ഒന്നുകൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ അസുഖം എല്ലാം മറന്നപ്പോ മറന്നുപോയി. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസത്തേക്ക്. ഒരു ദിവസത്തേക്ക് പിന്നീട് പേരുണ്ടായിരുന്നു അല്ലേ. ഈ മഹിമ ഈ എല്ലാവരുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്, പല സിനിമയിലും പല കൂട്ടുകെട്ടാണ് അല്ലേ, പല ആളുകളാണ് നമ്മളെ കാണുന്നത് അല്ലേ. ഇതില് ഈ അച്ചുവായിട്ട് പല കാര്യങ്ങളും സംസാരിച്ച് ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ, എല്ലാ ഫുഡ് മേടിച്ച് തരാറുണ്ട്, അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യം ഷെയർ. ആ ലൊക്കേഷനിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം രഹസ്യമായിട്ട് പറഞ്ഞ് പരസ്യമാക്കാൻ പറ്റുമോ? രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം പരസ്യമാക്കാൻ പറ്റുമോ? രഹസ്യമായിട്ട് എന്നോട് മാത്രമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. രഹസ്യമായിട്ട് 10 ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. ഈ രഹസ്യം നമ്മൾ 7 പേരല്ലാതെ മൂന്നാമത്തെ ഒരാൾ അറിയാൻ പാടില്ല. അങ്ങനെ എന്റെ അടുത്ത് മാത്രം രഹസ്യമായിട്ട് എന്താ പറഞ്ഞത്? രഹസ്യം പറഞ്ഞെങ്കിൽ കണ്ണടന്റെ അടുത്ത് മാത്രം. ആ, ഇവരുടെ കാരണം ഞങ്ങളൊരു ഗ്യാങ്ങാണ്. ഇവര് മൂന്നുപേരും തമ്മിൽ കുറച്ചും കൂടെ ഒരു കാരണം ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് ആദ്യം ഞങ്ങളെ കുറച്ച് കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നോണ്ട് പിന്നെ അങ്ങനെ സീക്രട്ട് ആയിട്ടൊന്നും എന്റെ അടുത്ത് മാത്രമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പരസ്യമായി പറയും. അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇല്ല തീരുമാനത്തിലെത്തണം. സീക്രട്ട് ആയിട്ട് എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പറയില്ല. മഹിമ ചേച്ചിയുടെ അടുത്ത് എന്ത് സീക്രട്ടും പറയാം, കാരണം അത് അപ്പൊ തന്നെ മറന്നു. ശരിയാട്ടാ, മറന്നോന്നല്ല ഞാനിങ്ങനെ അരണേ കാരണടുത്ത് സീക്രട്ട് പറഞ്ഞാൽ മറന്നു പോകും അല്ലേ? അരണക്ക് അങ്ങനല്ലേ, മറവി മറവി കൂടുതലല്ലേ അറിയാൻ പാടില്ല. നിങ്ങളുടെ മറവിയുടെ അല്ല, ഞാൻ ചിലപ്പോ കാര്യമായിട്ട് കാസർഗോഡ് കാസർഗോഡ് അരണിയിലേത്. കാസർഗോഡ് അരണിയില്ലേ? വേറെ പേരാണോ? ആരാണെന്ന് തന്നെ ആയിരിക്കും, അറിയില്ല. ഇനിയിപ്പൊ അവരെന്തെങ്കിലും എനിക്കറിയാത്ത എന്തെങ്കിലും ടേം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആരാണെന്നാ പറയുന്നത്. അപ്പൊ അത് തന്നെ പിന്നെ വ്യത്യാസം ഇരിക്കണം. അല്ല മറന്നു പോന്നല്ല, അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണില്ല. ഞാൻ എന്റെ കാര്യം പറയണേ, സീരിയസ് ആയിട്ട് എടുക്കണ്ട, പാവല്ലേ ഇതൊക്കെ. അത് വിട്ട് 14-ാം തീയതി അല്ല 14-ാം തീയതി റിലീസാണ് ഫെബ്രുവരി 14-ാം തീയതി. ഞാൻ എല്ലാവരോടും ചോദിച്ച ചോദ്യം തന്നെ വിഷയമാവല്ല. എങ്കിലും ആദ്യം പ്രണയത്തിൽ ഒരു പൂ സ്വന്തം മേടിച്ചത് ആരുടെ അടുത്തുനിന്നാണ്? സ്വന്തം എനിക്ക് തന്നെ മേടിച്ചതാ. ആര് തന്നപ്പോഴാണ് വാങ്ങിയത്? സ്വന്തമായിട്ട് ആര് പൂ തന്നപ്പോഴാണ് വാങ്ങിയത്? സ്വന്തമായി ആര് തന്നാലും മതിയോ? എനിക്ക് വീട്ടുകാരൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട് പൂ, അത് മേടിച്ചിട്ടുണ്ട്. വീട്ടുകാർ തന്ന പൂ മേടിച്ചിട്ടുണ്ട്. അല്ലാതെ ഉദ്ദേശിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ഞാൻ കൃത്യമായ ചോദ്യം ചോദിച്ചാൽ മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരം പറയൂ. ആരാണ് ആദ്യം പൂ തന്ന് പ്രണയിച്ചത്? പൂ തന്ന് പ്രണയിച്ചതോ? പ്രണയം പറഞ്ഞത് സഞ്ജു. ആരാണ്? പൂ തന്നൊന്നും ആരും പ്രണയിച്ചിട്ടില്ല. ലെറ്റർ തന്ന് ഭൂതരാണ്ട് പ്രണയിച്ചിട്ടുണ്ടോ? അതായിരിക്കും അടുത്ത ചോദ്യം. പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആരാണ് ആദ്യം പ്രണയം ആദ്യം പറഞ്ഞത്, തുറന്നു പറഞ്ഞത് ആരാണ്? എത്രാമത്തേല്? നമുക്ക് ആദ്യം പറഞ്ഞ ഒരു പ്രണയം തുറന്നു പറയുന്ന ആളാ ഞങ്ങള്. ഞാൻ ആദ്യം ആരാ പറഞ്ഞെന്നോ? ആദ്യം ഞാനായിരിക്കും. അങ്ങോട്ട് പറയത് തിരിച്ചിങ്ങോട്ട് ഉണ്ടായിരുന്നു. തിരിച്ചിങ്ങോട്ട് ഇതൊക്കെ ആൾക്കാരുടെ കൺസേൺ ആണോ? ഇതൊക്കെ കണ്ട ആൾക്കാർക്ക് എന്തറിയാനല്ലേ? പ്രണയം അറിയാൻ തിരിച്ചുണ്ടായിരുന്നോണ്ടാണല്ലോ അത് പ്രണയമായത്. അല്ലെങ്കിൽ അത് പ്രണയമല്ലല്ലോ. ഒരിക്കലും അല്ല. അത്ര പ്രണയമാണ് നമ്മുടെ സിനിമ. നമ്മുടെ സിനിമ അത്തരം പ്രണയം റൊമാൻസിലേക്ക്. നമ്മുടെ സിനിമ അത്തരം പ്രണയം മാത്രമല്ല, നമ്മുടെ സിനിമയിൽ വേറെയും കുറെ ബന്ധങ്ങളുണ്ട്. പ്രണയം ഉണ്ട്, വേറെ കുറെ ബന്ധമുണ്ടെന്ന് പടത്തില് പ്രണയം മാത്രമല്ല ഞാൻ പറയണേ. വേറെയും റിലേഷൻഷിപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ബ്രദർഹുഡ് ഉണ്ട്, എല്ലാം ഉണ്ട് സിനിമയിൽ. അതുകൊണ്ടാണ് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരേ ഷൂട്ടിങ്ങിൽ പോകുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരുമായിട്ട് ആദ്യം പരിചയപ്പെടുത്തും അല്ലേ? അച്ചുവിന് ഇങ്ങനെ ഓരോരുത്തരെ ആദ്യമായിട്ട് പരിചയപ്പെട്ടു പോവാണല്ലോ. ആ പരിചയപ്പെടൽ ഇപ്പൊ അച്ചുവിന് കുറച്ച് സമയം എടുക്കണമെന്ന് പറഞ്ഞു. മഹിമ എന്ന ഒരു പെൺകുട്ടിയും കൂടെയാണ്. മഹിമയ്ക്ക് എത്ര ടൈമുകൾ എടുക്കേണ്ടി വരും ഇവരുമായിട്ടൊന്ന്? ഞാൻ എത്ര സമയം എടുക്കുന്നല്ല, ആരുമായിട്ട് സിങ്ക് ആവൂല. പൊതുവെ ഞാൻ ഇവരടുത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യം. ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ കാര്യം പറഞ്ഞു പറഞ്ഞു ഞാൻ സിങ്ക് ആയി പോയി.
സിനിമയ്ക്കകത്തും പുറത്തും ഫ്രണ്ട്ഷിപ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പടത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫണ്ണായിരിക്കും, രസമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫണ്ണല്ലാതെ ഷൂട്ടിങ്ങിന് ശേഷം ഇവരുമായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടാവുന്നു, സംസാരിക്കുന്നു, അതിനുശേഷം കാണണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ ഞാൻ മിസ് ചെയ്യുന്നു എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. പക്ഷെ അത് ഈ സിനിമയിൽ നടന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും ഷൂട്ടിന്റെ സമയത്ത് സ്പെൻഡ് ചെയ്ത ടൈമും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എനിക്കിത് കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസാണ്. അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. വളരെ നേരത്തെ പറഞ്ഞ വളരെ സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചിന്ത ഇവിടെയൊന്നും അല്ല, വേറെ എവിടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് യാത്ര ഇപ്പം? ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെ. പിന്നെ എന്താണ് ഓരോ പറയുമ്പോഴേ നമ്മുടെ ലൊക്കേഷനിലെ പല കാര്യങ്ങളും ഭയങ്കര ഈ പറഞ്ഞൊരു റൊമാൻസ് എന്നുള്ള ഇപ്പൊ ട്രെയിലർ കണ്ട പോലെ ഒരു കൂട്ടം ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു ജേണിയാണ്. ആ നമ്മുടെ ലൊക്കേഷനിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പറഞ്ഞാൽ ഞാൻ അധികം ദിവസം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞത്. എന്റെ ക്യാരക്ടർ മിസ്സിംഗ് ആവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ആദ്യം മുതലേ ഇവരോട് അത്ര സിങ്ക് ആവാനുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട്, പിന്നെ 2 ദിവസം, പിന്നെ അത് കഴിഞ്ഞ് പക്ഷെ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് കോസ്റ്റ്യൂം ഒരു കോസ്റ്റ്യൂമിലാണല്ലോ കാണാതെ വന്നത്. 2 കോസ്റ്റ്യൂം ഉണ്ടല്ലേ? അല്ല വേറെ ഒന്നും ഇവിടെ ഉണ്ട് പഴയ ഓരോ വീടിന്റെ അവിടെ. അതിൽ ഈ പറഞ്ഞ ഇവരെ രണ്ടുപേരും മെയിനായിട്ടൊരു അതായത് ഞങ്ങളൊരു 40 ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവും. അല്ലാത്ത സമയങ്ങളൊക്കെ എല്ലാവരും തകർക്കും. ശ്യാമിന്റെ ഒരു ഉത്തരം പറയാറാവുമ്പോഴേക്കും എല്ലാവരും അല്ല അത് പറഞ്ഞാൽ ഇതിൽ ഇവര് രണ്ടുപേരുമായിട്ട് 3ാമത്തെ സിനിമയാണ്, ADJ ആയിട്ട് 2ാമത്തെ സിനിമയാണ്. അപ്പൊ ഇവരായിട്ട് ഓൾറെഡി ഒരു ബോണ്ടിങ് ഉണ്ട്. ഇവരെ രണ്ടുപേരാണ് പറഞ്ഞാൽ ആദ്യമായിട്ട് അർജുനെ പറഞ്ഞാൽ നേരത്തെ അറിയാം. ഞാൻ യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ തമ്മിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്നെ വീഡിയോസ് ഒക്കെ കണ്ട് മെസ്സേജ് അയക്കുമായിരുന്നു. മഹിമയെ നമുക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും എല്ലാവരുമായിട്ട് ഒരു ബോണ്ടിങ് നമുക്ക് ഉണ്ടായി. ശരിക്കും പ്രൊമോഷൻ തുടങ്ങിയപ്പോൾ അല്ലേ ഞാൻ കുറച്ചുകൂടി ഇവരായിട്ട് ഞാൻ ബോണ്ടിങ് ആവുന്ന എനിക്കൊന്ന് പ്രൊമോഷൻ തുടങ്ങിയ ശേഷം. ഇനിയും കുറച്ച് ദിവസം പ്രൊമോഷൻ ഉണ്ട്, അപ്പൊ നോക്കാം. കുറച്ച് ദിവസം അല്ല, ഇനി കുറച്ച് ദിവസം പ്രൊമോഷൻ ഉണ്ടെന്ന് കാണാതെ പോകുന്നതല്ല. ഈ ക്യാരക്ടർ അങ്ങ് മേടിച്ചോ, കണ്ടുപിടിച്ചവനെ വിട്ടിട്ടില്ല. അതല്ലേ, കണ്ടുപിടിച്ചവനെ വിട്ടിട്ടില്ല അല്ലെ. ഈ നേരത്തെ പറഞ്ഞതുപോലെ പല സിനിമയ്ക്കും പല വേഷങ്ങളിൽ എടുക്കുന്ന പല കഥാപാത്രങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രം നമുക്ക് നമ്മുടെയിലേക്ക് വന്നാലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ വൈബിൽ നമുക്ക് വേണമെന്ന് തോന്നിയ ഒരു കഥാപാത്രം മനസ്സിലേതായിരിക്കും? ഇനി ഒരു സിനിമയ്ക്ക് എനിക്ക് ഇത്തരം ഒരു കഥാപാത്രം കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും? ഇപ്പൊ അങ്ങനെ ഞാൻ അത്രയും ഒരു ഇന്ന കഥാപാത്രം ചെയ്താൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലോട്ട് ആയിട്ടില്ല ചേട്ടാ. പക്ഷെ എനിക്ക് കോമഡി ചെയ്യാൻ ഇഷ്ടമാണെന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ആദ്യത്തെ പടം പത്രോസിന്റെ പടപ്പെടുന്ന പടമായിരുന്നു. പിന്നെ എനിക്ക് ചെറിയ സൈഡ് റോൾ കിട്ടിയതെന്ന് അത്ര ഭയങ്കര കോമഡി ചെയ്യാനുള്ള സാധനങ്ങളായിരുന്നില്ല. പിന്നെ ശരിക്കും 18+ലാണെങ്കിലും അന്ന് ചേട്ടനും ഉണ്ടായിരുന്നു തിയേറ്ററിന്റെ അവിടെ. അപ്പൊ അത് കുറച്ചൊരു വേറൊരു ഷെയ്ഡായിരുന്നു. അപ്പൊ 18+ കുറച്ചൊന്ന് ആൾക്കാർ ഇതുപോലെ സിനിമ എന്ന രീതിയിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങുന്ന 18+ കണ്ടിട്ടാണ്. അപ്പൊ അതിനുശേഷം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി എല്ലാം എനിക്കിനി നെഗറ്റീവ് ഷെയ്ഡുള്ള കലിപ്പൻ പരിപാടികളാണോ. കലിപ്പൻ പരിപാടികൾ വരുന്നുണ്ട്, അവരെല്ലാം ഒരു കലിപ്പൻ പരിപാടിയായിരുന്നു. പക്ഷെ പ്രേമലു വന്നത് ഭയങ്കര സന്തോഷം കിട്ടി. കാരണം കോമഡി എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കോമഡി നമുക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പല തരത്തിലുള്ള ആൾക്കാർ ഡയറക്ടേഴ്സ് വിളിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ശങ്കർ രാമകൃഷ്ണൻ സാറൊക്കെ വിളിച്ചിട്ട് അതെങ്ങനെയാണ് നീ ചെയ്തതെന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചു. നമ്മളൊക്കെ പുള്ളിയെ കാണുന്നത് ഭയങ്കര ഇന്റലക്ച്വൽ, പുള്ളിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ശ്യാംപ്രസാദ് സാർ OTT വന്നതിന് ശേഷം ശ്യാംപ്രസാദ് സാർ എനിക്ക് മെസ്സേജ് അയച്ചു. അവരെല്ലാം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാംപ്രസാദ് സാറിനൊക്കെ ഒരു പടം ഇഷ്ടമാവും നമ്മൾ ആലോചിക്കുന്നത്. അത്ര അങ്ങനത്തെ വേറെ റേഞ്ച് പടങ്ങൾ ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ഇപ്പൊ ശരിക്കും കോമഡി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പ്രേമലിലൂടെ സാറ്റിസ്ഫൈഡ് ആയി. പക്ഷെ ഇനിയിപ്പോ നോക്കണം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിക്കും ഡയറക്ടർമാരാണ്, അവരാണ് ശരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ പ്രേമലുവിലെ ക്യാരക്ടർ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അർബൻ ഗൈ ആണ്. ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഗിരീഷിന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ സ്പേസിൽ നിൽക്കുന്നത്. ഇപ്പൊ കറന്റ് ഞാനൊരു തെലുങ്ക് ഫിലിമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ വേറൊരു ഭയങ്കര ഗ്രേ ഷെയ്ഡുള്ള ഒരു കൊടൂര ക്യാരക്ടറാണ്. അപ്പൊ അത് ഞാൻ ആ ഡയറക്ടറോട് ചോദിക്കുകയും ചെയ്തു നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അത് എന്നെ ആ ക്യാരക്ടറിൽ. അത് 18+ കണ്ടിട്ടാണ് പുള്ളി പ്രേമല് കണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ 18+ലെ ജസ്റ്റ് പുള്ളി വെറുതെ കണ്ടപ്പോഴാണ് പുള്ളി ഈ ക്യാരക്ടറിലോട്ട് എന്നെ പ്ലേസ് ചെയ്തത്. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോഴും പുള്ളിക്ക് അങ്ങനെ ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നി നിങ്ങൾ ചെയ്താൽ ശരിയാവും എന്നുള്ള. അപ്പൊ എനിക്ക് നല്ല ഡയറക്ടേഴ്സാണ് ശരിക്കും നമ്മളെ പിക്ക് ചെയ്ത് എടുക്കുന്നത്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള.
തീർച്ചയായും അവര് പല പടങ്ങൾ കണ്ടു ചെയ്യുന്ന ഞാനൊക്കെ തുടക്കാതെ ചിലപ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ പാളിന്ന് വരാം. നമുക്ക് നമ്മൾ അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ചെയ്ത് നോക്കാം, ചിലപ്പോൾ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് നമ്മൾ വായിച്ചത്. നമ്മളത് ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ പ്രേമലിന് ശേഷം ഓരോ കഥകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അടുത്ത പടം വരുമ്പോഴും ഇവൻ എന്നെ വിളിച്ച് ഞാൻ അവനെ വിളിച്ച് ചോദിക്കടാ ഇതാണ് പരിപാടി, അപ്പൊ നീ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവിടെ നീ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ മാറ്റി പിടിക്കാൻ ചെയ്യാറുണ്ടോ? അപ്പൊ റൊമാൻസ് ആയ സമയത്തും നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് കമ്മിറ്റി സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു എന്താണ് എങ്ങനെയാണ് പരിപാടി ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. അപ്പൊ ആ ഒരു സാധനം നമ്മുടെ ഞങ്ങള് ഭയങ്കരമായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് പല ഡിസിഷൻ മേക്കിലും ഈ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മളിപ്പോ പുതിയതായിട്ട് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അപ്പൊ അത് ഒരുമിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം കിട്ടുമ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇങ്ങനെ ഫേസ് ചെയ്യാം ഈ പ്രശ്നത്തിനെ, അല്ലെങ്കിൽ ഒരു കഥ എടുക്കുമ്പോൾ ഇങ്ങനെ അതിനെ ഡീൽ ചെയ്യാം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ഭയങ്കര സിമിലർ ആയിരുന്നു ആഫ്റ്റർ പ്രേമലു. ഞാൻ ഇനീഷ്യലി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും സംഗീതത്തിന് വിളിക്കാനും സംഗീതം ഇങ്ങനത്തെ ഒരു, പക്ഷേ ആസ് ഒരു എഡിറ്റർ ആണല്ലോ ഒരു ടെക്നീഷ്യൻ, അപ്പൊ ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാളും ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും വിളിക്കായിരുന്നു സംഗീതത്തിന് ഇതിന് എന്ത് തോന്നുന്നു, സംഗീതം ഇത് പിടിച്ച് ഓക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു. ഈ അഭിനയവും അവാർഡിലേക്ക് കൊണ്ടുപോയി വീണ്ടും നമുക്ക് ഒന്നും കൂടെ പ്രഷർ മുമ്പിലേക്ക് അഭിനയവും അവാർഡിലേക്ക് എത്തിച്ചല്ലോ. എഡിറ്റർ എന്ന നിലയ്ക്ക് ഇപ്പൊ അഭിനയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇനി നമുക്ക് ഒന്നും കൂടെ ഭാരമാണ് പ്രഷർ. നമ്മൾ എങ്ങനെയാണ് എഡിറ്റിംഗിൽ മാത്രം പോരാ അഭിനയത്തിലും എത്തിക്കഴിഞ്ഞു, അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ഇവിടെ പല സമയങ്ങളിലും ഒരു ഓവർ റെസ്പോൺസിബിലിറ്റി തോന്നുമ്പോൾ ഭയങ്കര ആങ്സൈറ്റിയാണ്. ഒരു ക്യാരക്ടർ ചെയ്യാനോ ഒരു സീൻ ചെയ്യാനോ ഒക്കെ നമ്മളത് ഇൻസെക്യൂർ ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിപ്പോ ഏറ്റവും എൻജോയ് ചെയ്തിട്ട് നമ്മൾ ജെന്യുവിൻ ആയിട്ട് ഇതിനോട് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് ഇപ്പോ പിടിച്ചു പോകുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു 90%, 10% എന്നാലും കയ്യിൽ നിന്ന് പോകും. ബാക്കി 90% ഇതിന്റെ ഭാരം ഒന്നും ഏറ്റെടുക്കാണ്ട് ഇതിന്റെ ചുറ്റുള്ള വേൾഡ് നോക്കാണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഇതിനു മുമ്പൊക്കെ ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ തുടങ്ങിയാണെങ്കിലൊക്കെ ഇപ്പൊ കുറച്ചും കൂടി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ് ചെയ്തിരുന്നപ്പോ പോലും ഞാൻ പല കാര്യങ്ങൾ ഫാക്ടേഴ്സ് ആയിട്ട് പറയുമായിരുന്നു. ഒരു സിനിമ എഡിറ്റ് ചെയ്യാൻ എന്താണ് ഞാൻ കഥ, ചില സമയങ്ങളിലെ ബ്രാൻഡ്. ഇപ്പൊ അതൊന്നുമല്ല, ഇപ്പൊ പെക്കുലർ ആയിട്ട് നമ്മുടെ ക്യാരക്ടർ കഥ കുറച്ചും കൂടി അത് പ്രിസൈസ്ഡ് ആയി തുടങ്ങി. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ അതിനുള്ള ഓപ്ഷൻ കിട്ടി തുടങ്ങി. ഇപ്പൊ അധികം ടെൻഷൻ ഈ കഴിഞ്ഞ സിനിമകളുടെ ടെൻഷൻ പിടിക്കാറില്ല, അത് പിടിച്ച പണിയാണ്. ഉറപ്പാണ്. പക്ഷെ ഇപ്പം അഭിനയിക്കാൻ പോകുമ്പോൾ നമുക്ക് ഉറക്കമൊക്കെ സമയത്തുണ്ട്. മറ്റേ എഡിറ്റിംഗ് രാത്രി മുഴുവൻ സമയങ്ങൾ വരുന്നത് അല്ലേ? എന്നിട്ട് ഓരോ സിനിമ കത്ര വയ്ക്കുമ്പോൾ നമ്മളൊരു അഭിനയിക്കാൻ കത്ര വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എങ്ങനെയാണ്? സീൻ തൂക്കുമല്ലോ നമ്മള്. അതൊരു കുറച്ച് നമ്മള് എന്താ പറയുക ബ്രൂട്ടൽ ആവേണ്ടി വരും എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ചില ആക്ടേഴ്സൊക്കെ അതിന്റെ പെയിൻ ഇപ്പോ മനസ്സിലാവും നമുക്ക്. ഇപ്പൊ നല്ല നേരത്തെ അറിയാം. ഇപ്പൊ നമ്മള് ഭയങ്കര പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹിച്ച് അടിച്ചൊരു കൗണ്ടർ, അല്ലെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരു സീൻ ഒക്കെ ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊക്കെ അതിന് മുമ്പൊക്കെ ഡബിലൊക്കെ ആണെങ്കിലും കാണാറുണ്ട്. അത് പോയി എന്നറിയുമ്പോൾ ഈശ്വരാ എന്നുള്ളത് തോന്നാറുണ്ട്. ഞാനൊക്കെ നേരെ മറിച്ച് എഡിറ്റർ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സീനിൽ വരുന്ന ആക്ടർ ആയിരിക്കും, പക്ഷെ സിനിമയ്ക്ക് അത് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഫോഴ്സ്ഡ് ആവും അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ നിവർത്തിയില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചെയ്യാൻ പറ്റില്ല. ആ മേഖലയിൽ എത്തുമ്പോ ഞാനിപ്പോ അഭിനയിച്ചതിന് ശേഷവും പടം എഡിറ്റ് ചെയ്തു. സർക്കിട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആസിഫ് അലിയുടെ മൂവി എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതിനകത്തും ഒരു സീനിലൊക്കെ വന്ന ഒരാള് കളയേണ്ടി വരുമ്പോ ഇപ്പൊ കുറച്ചും കൂടി ആ വിഷമം എംപതൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ കളയാതെ സംഗീതനെ തന്നെ കളഞ്ഞിട്ടുണ്ട്. അതെ, ലിറ്റിൽ മിസ് റാവുത്തറിൽ ചെയ്യുമ്പോ ക്ലൈമാക്സിന്റെ ഒരു മെയിൻ ഭാഗത്ത് ഞാൻ ഒരു ഇതായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അപ്പൊ ആദ്യം പത്രോസിലും ഞാൻ ചെറിയ സീനിൽ അഭിനയിച്ചിരുന്നു. അപ്പൊ പത്രോസിൽ എന്റെ സീൻ എഡിറ്റ് ചെയ്ത് ഞാനല്ല, എന്റെ അസോസിയേറ്റ് എഡിറ്റ് ചെയ്തത്. ഞാൻ ചെയ്തു പറയുമായിരുന്നു. പക്ഷെ ലിറ്റിൽ മിസ് റാവുത്തറിൽ വന്നപ്പോ അതിനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം പടത്തിന്റെ ക്ലൈമാക്സിലാണ് നമ്മളുടെ പാർട്ട് വരുന്നത്. അപ്പോ ഞാൻ തന്നെ എന്റെ സീനുകൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ അല്ലേ? അഭിനയമാണ് സുഖം അല്ലല്ല, രണ്ടും പാടാണ് അഭിനയം. എന്നെ സംബന്ധിച്ച് എനിക്ക് എഡിറ്റിംഗ് ആണ് സുഖം. രണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആക്ച്വലി. എനിക്ക് ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് സംഗീതട്ടൻ, ചമൻ തോമസ്. ഇവര് 3 എഡിറ്റേഴ്സ്. അപ്പൊ ഞാനും അത് ഒരു ഫസ്റ്റ് ഹാൻഡിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ 2 തരം ബുദ്ധിമുട്ടുകൾ. ഇതൊന്നും പക്ഷെ പേഴ്സണലി എനിക്ക് എഡിറ്റിംഗിന്റെ പ്രഷർ ഒന്നും പ്രശ്നമല്ല. അത്ര വർഷമായിട്ട് ചെയ്യുന്നു, അതുകൊണ്ടായിരിക്കും. പക്ഷെ അഭിനയം ഭയങ്കര സിനിമയുടെ ടോട്ടാലിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളായിരിക്കും പലപ്പോഴും. ഇപ്പൊ പ്രേമലൂരാണെങ്കിലും ലാസ്റ്റിൽ ഒരു സീൻ ഉണ്ടായിരുന്നു. പെപ്പർ സ്പ്രേ അടിച്ചതിന് ശേഷം വണ്ടിയിലെടുത്ത് ഇടുന്നുണ്ടല്ലോ ആദ്യം. അപ്പൊ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം നമ്മളൊരു സീൻ എടുത്തായിരുന്നു. വണ്ടി ഓടിക്കാൻ കണ്ണ് കാണാത്ത ആദ്യം ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. ശ്യാമയുടെ സൈഡിൽ മോനെ ലെഫ്റ്റ് മോനെ റൈറ്റ് പോലെ പറയുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള സീനായിരുന്നു.
പക്ഷെ അത് ഫൈനലിൽ കണ്ടപ്പോ കട്ട് ചെയ്തു പറഞ്ഞു ഗിരീഷനോട് പറഞ്ഞു. എനിക്ക് കുറച്ച് ആ സമയത്ത് അയ്യോ നല്ല രസമുള്ള പരിപാടിയായിരുന്നു. പക്ഷെ സിനിമ ഉണ്ടാവും മനസ്സിലായി ആ സീനിന്റെ ആവശ്യമില്ല അവിടെ. അത് അങ്ങനെ എൻഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. പിന്നെയും ഇപ്പൊ ആ സീൻ അവിടെ പോയി പിന്നെ ഇവരുടെ എയർപോർട്ടിലെ സീൻ കാണിച്ചു. എന്റെ അതുപോലത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ആവശ്യമില്ലാത്ത മറ്റേ മുടത്തി പോകുന്നത്. പക്ഷെ അത് സിനിമയെ ബാധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമുക്കത് ഒരു വിഷയമാവില്ല. സിനിമ ഒട്ടും ബാധിച്ചിട്ടില്ല. ഒട്ടും ബാധിച്ചിട്ടില്ല. മുടങ്ങി പോകുന്നുണ്ടല്ലേ? അതിന്റെ ഉദ്ദേശം മുടങ്ങി പോകുന്നതോ? അല്ല മുടങ്ങി പോകുന്നത് അതൊക്കെ എടുത്ത് ഒരു ആവശ്യമില്ല. സിനിമയ്ക്ക് വേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ആ ഒരു ടൈലന്റ് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. കാരണം വേറൊരു സാധനം ഉണ്ടായിരുന്നു ലാസ്റ്റിൽ ആ ബോട്ടിൽ വരുന്ന സാധനവും. അതെ അതെ. ഈ പറഞ്ഞതുപോലെ അഭിനയിച്ച് നമ്മൾ കാണാൻ കൊതിച്ചിരിക്കുന്ന സീനുകൾ പോകുമ്പോൾ ചിലപ്പം നമ്മളൊക്കെ അഭിനയിച്ച സീനുകൾ പോയി തിയേറ്ററിൽ പോകുമ്പോഴാണ് നമ്മൾ ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. തിയേറ്ററിൽ പോകുമ്പോൾ ഇല്ലാന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു വിഷമം ഉണ്ടായ മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടോ അച്ഛന്? അങ്ങനെ ഒരു മുഹൂർത്തം നമ്മൾ വളരെ ഇതായിട്ട് അഭിനയിച്ച് വിഷമല്ല, അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസായനം തോന്നിയിട്ടുണ്ട്. റൊമാൻസ് തന്നെ ഒരു സാധനം കട്ട് ചെയ്തിട്ടുണ്ട് അവര്. പോടാന്ന് വിളിക്കുന്ന സാധനം അത് അതിന് പകരം വേറെ സാധനം. റൊമാൻസിൽ അങ്ങനെ കുറെ എപ്പിസോഡ്സ് നമ്മുടെ കാർ ട്രാവൽ എപ്പിസോഡ്സിൽ നിന്നൊക്കെ 1-2 എപ്പിസോഡുകൾ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം സിനിമ എത്രത്തോളം എന്റർടൈനിങ് ആക്കുക. ഇത് വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആ കോമഡിക്ക് വേണ്ടിയിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡബിൾ ബോറടിയേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഇവിടെ ബാക്കിയുള്ള പിന്നീടുള്ള സീനുകളും കൂടി ആയിട്ട് പോട്ടെ ഒരു എഡിറ്റർ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമുക്കത് തോന്നുന്നത് അത് അവിടെ ആവശ്യമുണ്ട്. പക്ഷെ അത് പ്രേക്ഷകർക്ക് ആ ഫ്ലോയില് സിമ്പിൾ ആയിട്ട് മാച്ച് ആയി പൊക്കോളൂ. അല്ല സിനിമ എപ്പോഴും ഒരു പാസ്റ്റ് ആയിരിക്കണം. നമ്മൾ ഇരുന്നാൽ ഇറങ്ങി വരുമ്പോൾ ഓരോ പടത്തിന്റെ അല്ല ഇതിന്റെ ഒരു പേസിങ് ഓരോ സിനിമകൾക്കും ഉണ്ടാവും. ഞാനൊക്കെ ഭയങ്കര സ്ലോ പേസ്ഡ് സിനിമകളും തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ അത് അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ മാർക്കറ്റിംഗ് വൈസ് ഒക്കെ പറയുമ്പോൾ ഇപ്പൊ കൂടുതലും ഈ ഫാസ്റ്റ് പേസ്ഡ് എനർജി ബേസ്ഡ് പടങ്ങളാണ് ഇപ്പൊ കൂടുതലും വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം കിഷ്കിന്ദ പോലത്തെ സിനിമകളും ഇവിടെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾക്ക് ഇവിടെ എന്തിനും സ്പേസ് ഉണ്ട്. അതാണ് മലയാളി ഓഡിയൻസിന്റെയും ഒരു പരിപാടി അടിപൊളിയാണെന്ന് പറയുന്നത്. അത്രയും പടങ്ങളുടെ കൂടെയാണ് കിഷ്കിന്ദ വന്നിട്ട് ഭയങ്കര സക്സസ് ആയിട്ട് ഇറങ്ങി. സബ്ജക്റ്റിംഗ് ഡ്രോയിങ് ആണെങ്കിൽ ചിലപ്പോൾ ഈ സ്ലോ പേസ് നമുക്ക് ഫാസ്റ്റ് പേസ് ആയിട്ട് തോന്നാം. മലയാള സിനിമ ലോകം എല്ലാം അറിഞ്ഞല്ലോ. ഇപ്പോൾ OTT കാലഘട്ടത്തിലുള്ള മലയാള സിനിമ ലോകത്തിൽ അറിയിക്കാൻ പറ്റിയ ഒരു വലിയ ഒരു സന്തോഷമാണ് മലയാളികൾക്ക് എവിടെയുള്ള. അതുപോലെയാണ് സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു OTT-ലൊക്കെ മുമ്പും ചില സെലക്ടഡ് ഫിലിംസ് ഒക്കെ കുറവാണ്. അറിയപ്പെടുന്നത് OTT കാലഘട്ടത്തിലാണ് മലയാള സിനിമ. കൊറേ കുമ്മാട്ടിയൊക്കെ റീസ്റ്റോർ ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ പെട്ടെന്ന് അറിയപ്പെട്ട് ഇപ്പോഴും ആ മലയാളത്തിന്റെ സിനിമ കാണാൻ കാത്തിരിക്കുകയാണ്. നമ്മളെവിടെ പോയാലും കാത്തിരിക്കുക. മലയാള സിനിമ കാത്തിരിക്കുന്ന ഒരു നിലയിലേക്ക് ഈ സിനിമ എത്തിക്കാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. മനോഹരമായ ഒരു ഗാനത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഉറക്കമൊന്നും പോട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ സാധാരണ ഇങ്ങനെ പാടില്ല. എനിക്കിഷ്ടമുള്ള ഒരു കുറച്ച് പാട്ട് പാടാം. മറ്റേ പാട്ട് പാടുവോ? ഞാൻ കേട്ടിട്ടില്ല. ചവർ സോങ് പക്ഷെ അത് കണ്ടാലും രസമാണ്. പാട്ടിന്റെ വേറൊരു പാട്ട് പാടാം. ഉണ്ണികളി ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ വന്നു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളി ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. 14-ാം തീയതിയാണ് ഫെബ്രുവരി 14-ാം തീയതി. കൃത്യമായി തന്നെ സിനിമകൾ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അന്നത്തെ ദിവസം കാണാൻ പറ്റില്ല, പിറ്റേ ദിവസം ആണെങ്കിൽ കാണുക. സിനിമ കണ്ടിട്ട് നല്ല സിനിമയെ ഇഷ്ടപ്പെട്ടാൽ നല്ലതായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട്. പക്ഷേ സിനിമ ഇഷ്ടപ്പെടാത്ത കാരണം അതുവഴി തന്നെ നിങ്ങൾ പറയണം. പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെടും, 100% ഇഷ്ടപ്പെടുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞാൻ നിങ്ങളെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ്. ഒത്തിരി സന്തോഷം. താങ്ക് യു.